മുർത്തദ് ഡയലോഗ് എന്ന് കേട്ടപ്പോൾ ഇതിൻ്റെ സംഘാടകരുൾപ്പെടെ പലരും ധരിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ടാളും തമ്മിലുള്ള സംവാദമാണെന്ന്. അങ്ങനെയല്ല, ഇതിനു മുമ്പും 1-2 തവണ നടത്തിയിട്ടുള്ളൊരു പരിപാടിയുടെ തുടർച്ചയാണ്. അപ്പോൾ അതിൻ്റെ ആ സോഷ്യൽ മീഡിയ ബന്ധങ്ങളൊക്കെ കുറവുള്ള ആളുകളായതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം പലർക്കും വന്നിട്ടുണ്ടാവുക. ഞങ്ങൾ ഈ ഡയലോഗ് നടത്തി വരുന്നത് ഇന്ന് കേരളത്തിൽ ഇസ്ലാമിക മതപ്രചാരണ രംഗത്ത് പലതരത്തിലുള്ള തട്ടിപ്പ് ഡയലോഗുകൾ നടക്കുന്നുണ്ട്. ഏകപക്ഷീയമായിട്ട് ആളുകളെ വിളിച്ചുകൂട്ടി നമുക്കൊക്കെ മറുപടി പറയുന്നു എന്ന മട്ടിൽ പലയിടത്തും ഡയലോഗ് എന്ന പേരിലും മറ്റു പല പേരിലും പരിപാടികൾ നടത്തുകയും സംവാദങ്ങൾക്ക് വലിയ വെല്ലുവിളികളൊക്കെ ഉയർത്തുകയും അത്തരം വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം മാളത്തിൽ വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മറുപടി നൽകാൻ വേണ്ടിയാണ് ഞങ്ങളും ഡയലോഗ് എന്ന ഒരു സീരീസ് തുടങ്ങാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന 2-മത്തെയോ 3-മത്തെയോ ഡയലോഗ് പരിപാടിയാണ്. ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചില വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയും. തുടർന്ന് സദസ്സിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ അല്ലെങ്കിൽ വിമർശനപരമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം മതവിശ്വാസവും ധാർമ്മികതയും എന്നതാണ്. ഈ വിഷയം കാലാകാലം നമ്മൾ വിശദീകരിച്ചുകൊണ്ടും മറുപടി പറഞ്ഞുകൊണ്ടും ഇരിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും, ഇതേ വേദിയിൽ നിന്നുകൊണ്ട്, ഈ ഓഡിറ്റോറിയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള സംശയങ്ങൾക്ക് മറുപടി പറയുന്ന ഒരുപാട് പരിപാടികൾ ഞങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്, ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട്. നമ്മൾ മതവിശ്വാസം നഷ്ടപ്പെട്ട് യുക്തിവാദ പ്രചാരണവും മതവിമർശനവും ഒക്കെ ആരംഭിക്കുന്ന കാലം തൊട്ട് ഏകദേശം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 1/2 നൂറ്റാണ്ട് പഴക്കമുണ്ട്. ആ കാലം തൊട്ട് ഇന്ന് വരെയും വിശ്വാസി സമൂഹത്തിൽ നിന്നും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം അല്ലെങ്കിൽ വിഷയമാണ് മതവിശ്വാസമില്ലെങ്കിൽ, ദൈവവിശ്വാസമില്ലെങ്കിൽ, സ്വർഗവും നരകവും മരണാനന്തരം പരലോകവും ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യർക്ക് എന്തിനാണ് ധാർമ്മികത? ഇത് തിരിച്ചും വളച്ചും പല രീതിയിലുള്ള ചോദ്യങ്ങളായിട്ട് ഉന്നയിക്കാറുണ്ട്. എത്രയോ തവണ നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. മറുപടി പറഞ്ഞാൽ ആ മറുപടിക്കുള്ള മറുപടിയോ മറുപടിയെ തുടർന്ന് ചോദിക്കേണ്ട ചോദ്യങ്ങളോ ചോദിക്കുന്നതിന് പകരം പഴയ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് മതവിശ്വാസികളുടെ ഒരു രീതി. കാരണം നമ്മൾ പറയുന്ന ആശയങ്ങൾക്ക് മറുവാദങ്ങൾ ഉന്നയിക്കാനില്ല. അതുകൊണ്ട് വിശ്വാസികളെ പരമാവധി പിടിച്ചു നിർത്താൻ പഴയ ചോദ്യങ്ങൾ ചോദിച്ച് തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിക്കുന്നത്. മനുഷ്യൻ നല്ലത് ചെയ്യുകയും ചീത്ത ചെയ്യാതിരിക്കുകയും, അതായത് ധാർമ്മിക ജീവിതം നയിക്കുക, അധാർമിക ജീവിതം നയിക്കാതിരിക്കുക എന്നത് മതത്തിൻ്റെ ആളുകൾ പറയുന്നത് അത് ദൈവത്തിന് ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്ന്. നമ്മൾ പറയുന്നത് മനുഷ്യൻ നന്നായി ജീവിച്ചാലും മോശമായി ജീവിച്ചാലും ആകാശത്ത് ഇരുന്നുറങ്ങുന്ന ദൈവത്തിന് യാതൊരു കാര്യമില്ല. നമ്മൾ കുറേ തിന്മകൾ ചെയ്തു ഇവിടെ ജീവിച്ചു, ദൈവത്തിന് ഇപ്പം എന്താ ചെയ്തോ? നമ്മൾ കുറേ നന്മകൾ ചെയ്തു, നല്ല മനുഷ്യരായി ജീവിച്ചു, ആകാശത്തിരിക്കുന്ന ദൈവത്തിന് എന്താ ലാഭം? ഇനി ഈ ചോദ്യവുമായി വരുന്നവരുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഇവർക്കുള്ള ഉത്തരം. ഇവർ ബേജാറായി ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താണ്? വിശ്വാസമില്ലാതായാൽ, സ്വർഗം നരകം പരലോകം പഠിച്ചവനൊന്നും ഇല്ലാതായാൽ മനുഷ്യരുടെ ധാർമ്മിക ജീവിതം ആകെ തകരാറിലാവും. മനുഷ്യർ ഓരോരുത്തരും തോന്നിയ മാതിരിയൊക്കെ ജീവിക്കാൻ തുടങ്ങും. അതാകെ കുഴപ്പമാവില്ലേ എന്നാണ് ചോദ്യം. നമ്മൾ ഈ ചോദ്യകർത്താക്കൾ ഉന്നയിക്കുന്ന ആ ആശങ്കയിലുള്ള കാര്യം, മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ, മനുഷ്യർക്ക് സമൂഹമായി ജീവിക്കാൻ പരസ്പരം സഹകരിച്ച് ജീവിക്കേണ്ടതുണ്ട് എന്നത് മനുഷ്യൻ ജീവിതം ആരംഭിച്ച കാലം തൊട്ടേ മനുഷ്യനുണ്ടായ തിരിച്ചറിവാണ്.
ആ തിരിച്ചറിവിൽ നിന്നാണ് മനുഷ്യൻ പരസ്പരം സഹകരിക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള അനുഭവങ്ങളും അറിവുകളും രൂപപ്പെട്ടത്. ആ അറിവിൻ്റെ വികാസത്തിലൂടെ മനുഷ്യൻ ആർജിച്ചെടുത്തതാണ് മനുഷ്യൻ്റെ സാമൂഹികമായ ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ നല്ലവനായി ജീവിക്കേണ്ടത്, മനുഷ്യൻ മോശമായി ജീവിക്കാതിരിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമല്ല, മനുഷ്യൻ്റെ ആവശ്യമാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കോത്താമ്പി കഥകൾ ആവശ്യമില്ല. കോത്താമ്പി കഥകൾ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ നിയന്ത്രിക്കേണ്ടി വന്നിരുന്നത് മനുഷ്യൻ പ്രാകൃതാവസ്ഥയിലായിരുന്ന കാലത്താണ്, അപരിഷ്കൃത ഗോത്ര സമൂഹമായിരുന്ന കാലത്താണ്. നമ്മളൊരു കൊച്ചുകുട്ടിയെ ചിലപ്പോൾ മരുന്ന് കഴിപ്പിക്കാനോ ഭക്ഷണം കഴിപ്പിക്കാനോ ഒക്കെ ചിലപ്പോൾ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോത്താമ്പി കഥ പറഞ്ഞ് പേടിപ്പിക്കുകയോ ചെയ്യും നമ്മുടെ ഉമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ കുട്ടികളെ മരുന്ന് കഴിപ്പിക്കാനൊക്കെ. മരുന്ന് കഴിച്ചോ, ഇല്ലെങ്കിൽ കോത്താമ്പി വരും, ഇല്ലെങ്കിൽ പോലീസ് വരും, ഇല്ലെങ്കിൽ നേഴ്സ് വന്ന് സൂചി കുത്തും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് കുട്ടികളെ നമ്മൾ മരുന്ന് കഴിപ്പിക്കുക. പക്ഷെ ആ കുട്ടിക്ക് ഒരു 10-15 വയസ്സായി തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് മരുന്ന് കഴിച്ചില്ലെങ്കിൽ നിന്റെ രോഗം മാറില്ല മോനെ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അത് പറയാതെ തന്നെ തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയും കുട്ടിക്കായിട്ടുണ്ടെങ്കിൽ മരുന്ന് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടി മരുന്ന് കഴിച്ചോളും. അതുപോലെ തന്നെയാണ് മനുഷ്യ സമൂഹത്തിൻ്റെ അവസ്ഥ. പ്രാകൃത അവസ്ഥയിലുള്ള മനുഷ്യന് എന്തിനാണ് ഈ സാമൂഹ്യമായ ധാർമ്മിക ചട്ടങ്ങളൊക്കെ പാലിച്ച് പരസ്പരം സഹകരിച്ച് ജീവിക്കുമ്പോൾ നന്മ ചെയ്യേണ്ടത്, തിന്മ ചെയ്യാതിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വേണ്ടത്ര ആവശ്യകത അനുസരിച്ചുള്ള തിരിച്ചറിവില്ലാതിരുന്നത് കൊണ്ടാണ് അന്ന് സമൂഹത്തെ നിയന്ത്രിച്ചിരുന്ന ഗോത്ര നേതാക്കന്മാരും ഭരണാധികാരികളുമൊക്കെ ഇത്തരത്തിലുള്ള കഥകൾ പറഞ്ഞുകൊണ്ട്, ആകാശമാമനെ കാട്ടി പേടിപ്പിച്ചുകൊണ്ട്, നരകത്തിലെ തീ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ കള്ള് കിട്ടും പെണ്ണ് കിട്ടും തുടങ്ങിയിട്ടുള്ള വില കുറഞ്ഞ പ്രലോഭനങ്ങളിലൂടെ മനുഷ്യരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത്. പറഞ്ഞു വന്നത് ചുരുക്കം ഇതാണ്: മനുഷ്യൻ ധാർമ്മിക ജീവിതം നയിക്കേണ്ടത് മനുഷ്യൻ്റെ ആവശ്യമാണ്, ആകാശത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ആവശ്യമല്ല. ദൈവത്തിന് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ ദൈവത്തിന് യാതൊരു പ്രയാസവുമില്ല. കാരണം ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, എല്ലാം തികഞ്ഞിരിക്കുന്ന ആളാണ്. മനുഷ്യരൊക്കെ നല്ലവരായി ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന് അവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി, മനുഷ്യരൊക്കെ അപ്പം അങ്ങോട്ട് നന്നാവും. അത്രയും കഴിവുള്ള ആളാണ് പഠിച്ചോണ്ട്. പിന്നെ ഇങ്ങനെ ഈ ഏജന്റുമാരെ വിട്ട് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഇടങ്ങാറാവേണ്ട ഒരു കാര്യം ദൈവത്തിനില്ല. ദൈവത്തിൻ്റെ ആവശ്യമല്ല, മനുഷ്യൻ്റെ ആവശ്യമാണ്. ഇസ്ലാം മതത്തിൻ്റെ ആളുകൾ ഇത് പറയുമ്പോൾ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ മദ്രസയിൽ പഠിച്ചതും സാധാരണ നിങ്ങളെ പഠിപ്പിച്ചതുമായ കാര്യങ്ങളല്ല ഇസ്ലാമിലെ ദൈവത്തിൻ്റെ ധാർമ്മികത എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ്. ഞാനിത് പറയുമ്പോൾ എനിക്ക് തന്നെ മുമ്പ് പറ്റിയിട്ടുള്ള ഒരു മണ്ടത്തരം തിരുത്താൻ കൂടിയാണ് ഈ വേദി ഉപയോഗിക്കുന്നത്. ഞാൻ മുമ്പ് ഏതോ ഒരു പ്രസംഗത്തിൽ മദ്രസയിലെ ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്നത് പോലുള്ള തെമ്മാടിത്തങ്ങൾ ചെയ്യുന്നതിൻ്റെ കാരണം അവർക്ക് വേണ്ടത്ര ദൈവത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് തന്നെ ദൈവത്തിലെ പേടിയില്ലാത്തത് കൊണ്ടാണ് എന്ന് ഒരു പ്രസംഗത്തിൽ ഞാൻ അധികം ആലോചിക്കാതെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് പിന്നീട് വിശ്വാസികളെടുത്ത് ആഘോഷിക്കാറുണ്ട്, ഇപ്പോഴും അത് ആഘോഷിക്കാറുണ്ട്. അത് മണ്ടത്തരമാണ് എന്ന് എനിക്ക് പിന്നീട് തോന്നാൻ കാരണം ഖുർആനും ഹദീസും ഒക്കെ കുറച്ചും കൂടെ ആഴത്തിൽ ഈ ഖുർആൻ ക്ലാസ്സൊക്കെ എടുക്കുന്നതിന് വേണ്ടി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വാസ്തവത്തിൽ അതല്ല. മതം പഠിച്ച ആളുകൾ കൂടുതൽ തിന്മ ചെയ്യുന്നതിൻ്റെ കാരണം മതം തിന്മ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അത്ഭുതം തോന്നും, പക്ഷേ ഖുർആൻ വായിച്ചാൽ നിങ്ങൾക്ക് ഒരു അത്ഭുതവും തോന്നില്ല. അതിൻ്റെ ഒരുപാട് തെളിവുകൾ ഖുർആനിലും ഹദീസിലുമുണ്ട്. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ഖുർആൻ ക്ലാസ്സിൽ, എൻ്റെ 258ാമത്തെ ഖുർആൻ ക്ലാസ്സിൽ ഒരു ഖുർആൻ വാക്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ആലു ഇമ്രാൻ എന്ന് പറയുന്ന ഖുർആനിലെ 3-ാമത്തെ അധ്യായത്തിലെ 135, 136 വാക്യങ്ങൾ, ആ വാക്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ വാക്യം അവതരിച്ച സന്ദർഭത്തെക്കുറിച്ച് ഖുർആന്റെ തഫ്സീറുകളിലും ഹദീസുകളിലും പറയുന്നത്, ഈ വാക്യം കേട്ടപ്പോൾ ഇബ്ലീസും കൂട്ടാളികളായ കുട്ടിച്ചെകുത്താന്മാരും കൂടെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു എന്നാണ്.
നെഞ്ചത്തടിച്ചു എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അത് പറഞ്ഞു, അത് ഖുർആനിലില്ല എന്ന് പറയുന്നത്. ഇബ്ലീസും ചെകുത്താനും കൂടെയുള്ള ചെകുത്താന്മാരും കൂടെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു, പൊട്ടിക്കരഞ്ഞു, വാവിട്ട് കരഞ്ഞു ഈ ഖുർആനായത്ത് അവതരിച്ചപ്പോൾ എന്നാണ് ഈ ഖുർആൻ വാക്യത്തിന്റെ തഫ്സീറുകളിൽ പറയുന്നത്. എന്താ കാരണം എന്നറിയോ? അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നീച പ്രവൃത്തികൾ വല്ലതും ചെയ്താൽ, അത് ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് പൊറുക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ, അള്ളാഹു അല്ലാതെ പിന്നെ ആരാണ് നിങ്ങൾക്കത് പുറത്തു തരിക? അള്ളാഹു തീർച്ചയായും നിങ്ങൾക്ക് പുറത്തു തരും എന്നാണ് ആ വാക്യത്തിലുള്ളത്. നിങ്ങൾ എന്തെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ അള്ളാഹുവിനോട് ആ കാര്യം ഒന്ന് പൊറുക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അള്ളാഹു ഉടനെ പുറത്തു തരും. നിങ്ങൾ ബേജാറാവണ്ട, പൊറുക്കാൻ അള്ളാഹു അല്ലാതെ ആരാണുള്ളത് എന്നാണ് ഖുർആൻ വാക്യത്തിൽ പറയുന്നത്. ഈ വാക്യം ഇറങ്ങിയപ്പോഴാണ് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞത്, ചെകുത്താന്മാരൊക്കെ പാടെ കരഞ്ഞത്. നമ്മൾ എടുക്കുന്ന പണിക്ക് ഫലമില്ലാതാവുകയാണല്ലോ ഈ ആയത്തിറങ്ങിയതോടുകൂടി. ഈ ആയത്തിറങ്ങിയ സന്ദർഭം കൂടി ഞാനൊന്ന് പറയാം. ഞാൻ ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബി 2 സഹാബിമാരെ, തായിഫുകാരനായ ഒരാളെയും മദീനക്കാരനായ ഒരാളെയും കൂട്ടിയിണക്കി ആത്മസുഹൃത്തുക്കളാക്കി മാറ്റി. അതിൽ തായിഫുകാരനായ സുഹൃത്തിനെ മുഹമ്മദ് നബി ഒരു യുദ്ധത്തിന് കൊണ്ടുപോയി. മറ്റോ യുദ്ധത്തിന് പോയില്ല, അവൻ നാട്ടിൽ തന്നെ നിന്നു. ഇവർ പോയ ഉടനെ മറ്റേ ചങ്ങാതി എന്താ വെച്ചാൽ, ഈ പോയ സുഹൃത്തിൻ്റെ ഭാര്യനെ അവൾ കുളിച്ചു വരുന്നത് കണ്ടപ്പോൾ ഓടിപ്പോയിട്ട് അവളെ അങ്ങനെ കയറി പിടിച്ചു. എന്നിട്ട് അവൾ ഉമ്മ വെച്ചത് മുഖത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി അവൾ കൈകൊണ്ട് തടുത്തു. അപ്പോൾ കയ്യുമ്മലാണ് ഉമ്മ പറ്റിയത്. എന്നിട്ട് അവൾ ചീത്ത പറഞ്ഞ് അവനെ ഓടിച്ചു. ആര്? ഈ യുദ്ധത്തിന് കൊണ്ടുപോയ ആത്മസുഹൃത്തിൻ്റെ ഭാര്യനെ യുദ്ധത്തിന് പോവാത്ത മുഹമ്മദ് കൂട്ടിയിണക്കിയ മറ്റേ ചങ്ങാതി സുഹൃത്ത് ഭാര്യനെ കയറി പിടിച്ചു. അങ്ങനെ ഭാര്യ അവിടെ നിന്ന് ഓടിച്ചു വിട്ട് അവൻ നേരെ പ്രശ്നമാവും എന്ന് പറഞ്ഞ്, ഞാൻ എൻ്റെ പുതിയാപ്പിള വന്നാൽ പറയും, എനിക്ക് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഭാര്യ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഇയാൾ അവിടുന്ന് ബേജാറായിട്ട് ഒരു മലയുടെ മുകളിൽ, ഒരു കുന്നിൻ്റെ മുകളിൽ പോയിട്ട് ഒളിച്ചിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് മറ്റേ ചങ്ങാതി തിരിച്ചു വന്നപ്പോൾ ഭാര്യ പറഞ്ഞ്, നിങ്ങളെ സുഹൃത്ത് വല്ലാത്ത ആളാണ്, ഈ ജാതി പണിയൊക്കെ പറ്റിച്ചത് എന്ന് പറഞ്ഞു. എന്നാൽ അവനെ കാണാനില്ല, എന്നാൽ ഞാൻ അവനെ തെരഞ്ഞു പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ തെരഞ്ഞ് ഈ കുന്നിൻ്റെ മലയിലൊക്കെ പോയി തെരഞ്ഞ് അവനെ കണ്ടുപിടിച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്. അങ്ങനെ അവനെ അവിടുന്ന് പിടിച്ചുകൊണ്ടെന്ന് പ്രവാചകന്റെ മുമ്പിൽ ഹാജരാക്കി. ആര്? തായിഫുകാരനായ സുഹൃത്ത്. അപ്പോഴാണ് നിൽക്കട്ടെ, ഞാൻ ഇതിന് പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ വെളിപാട് ഇറക്കാൻ വേണ്ടി പുതപ്പിൻ്റെ ഉള്ളിൽ പോവുകയാണ്. എന്നിട്ട് അവിടുന്ന് ഇറക്കിയ ആയത്താണിത്. കുഴപ്പമില്ല, നിങ്ങൾ ഇജാതി തെറ്റൊക്കെ ചെയ്താൽ പുറത്തു തരാൻ പറ്റില്ല, അള്ളാഹു അല്ലാതെ വേറെ ആരാ നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കിയത് അപ്പോഴാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾ എന്ത് തെമ്മാടിത്തം ചെയ്താലും അതൊക്കെ പൊറുക്കാനിരിക്കുകയാണ് എന്നാണ്. ഇനി ഇതിൻ്റെ മറ്റനേകം വേർഷൻസ് ഹദീസുകളായിട്ടും ഖുർആനായിട്ടും വേറെയുണ്ട്. ഒരു ഹദീസിൽ പറയുന്നത്, ഒരു കഥ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊറുക്കലിൻ്റെ പോരിശ പറയാം. ഒരാൾ 99 ആളെ കൊന്നു. കേട്ടിട്ടുണ്ടോ ഈ കഥ? അയാൾ കൊലയാളിയാണ്, ഭയങ്കര തമ്മാടിയാണ്. 99 ആളെ കൊന്നിട്ട് അയാൾ നാട്ടിലുള്ള ഒരു മതപണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട്, ഒരു ആത്മീയ നേതാവിൻ്റെ അടുത്ത് പോയിട്ട്, അല്ല എനിക്ക് വല്ല രക്ഷയും കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞേ ഇല്ല, ഇത്രയും വലിയ പാപം ചെയ്ത സ്ഥിതിക്ക് എനിക്ക് രക്ഷ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ അരയിലുള്ള കത്തി എടുത്തിട്ട് അയാളെയും കൂടെ കൊന്ന് 100 തേച്ചു. എന്നിട്ട് ഇയാൾ പിന്നെ വേറെ അതിനേക്കാളും വലിയ പണ്ഡിതന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ അന്വേഷിച്ച് നടന്ന് അയാൾ ഒരു പണ്ഡിതനെ കണ്ടെത്തി. ആ പണ്ഡിതനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ 99 ആളെ കൊന്നിരുന്നു, എന്നിട്ട് ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ രക്ഷ കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ അയാളെയും കൂടെ കൊന്നു, ഞാൻ 100 ആളെ കൊന്നിട്ട് വരികയാണ്, എനിക്ക് വല്ല രക്ഷയും കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പണ്ഡിതൻ ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ താമസിക്കുന്നത് സിർക്കിൻ്റെ നാട്ടിലാണല്ലോ, ബഹുദൈവ വിശ്വാസികളുടെ നാട്ടിലാണല്ലോ. എന്നാൽ കുറച്ചപ്പുറത്ത് ഒരു തൗഹീദിൻ്റെ നാടുണ്ട്, അവിടേക്ക് പോയാൽ മതി. എന്നിട്ട് സിർക്ക് വിട്ടിട്ട് തൗഹീദിൻ്റെ നാട്ടിൽ പോയിട്ട് തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്ത തെറ്റിന് പൊറുക്കൽ തേടുകയും ചെയ്താൽ അള്ളാഹു പൊറുത്തോളും എന്ന് പറയാം. അങ്ങനെ ഇയാൾ സിർക്കിൻ്റെ നാട്ടിൽ നിന്ന് തൗഹീദിൻ്റെ നാട്ടിലേക്ക് യാത്രയാവുക.
പക്ഷേ ആ രണ്ട് നാടിൻ്റെയും ഒത്ത നടുവിൽ വെച്ചിട്ട് ഇയാൾ മരിച്ചുപോയി. ഈ 100 ആളെ കൊന്ന ആൾ മരിച്ചുപോയി. അവിടെ മരിച്ചു വീണപ്പോൾ ഇയാളുടെ ആത്മാവ് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നരകത്തിൻ്റെ മലക്കുകളും ഇയാൾ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സ്വർഗത്തിൻ്റെ മലക്കുകളും വന്നിട്ട് വേണ്ട ജഗപുക പിടി വലിയും. ഞങ്ങളാളാണെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൻ്റെ ആൾക്കാർ അങ്ങോട്ട് വലിച്ചു, ഞങ്ങളാളാണെന്ന് പറഞ്ഞിട്ട് നരകത്തിൻ്റെ മലക്കുകൾ ഇങ്ങോട്ടും വലിച്ചു. അങ്ങനെ ഈ വടംവലി നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു റഫറിയായ വേറൊരു മലക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ആ മലക്ക് ഒരു വിധി പറയുകയാണ്, ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ അടി കൂടണ്ട. ഇയാൾ നടന്ന വഴിയുണ്ടല്ലോ, സിർക്കിൻ്റെ നാട്ടിൽ നിന്ന് ഇയാൾ നടന്ന വഴിയും ഇയാൾക്ക് ഇനി എത്തേണ്ട നാട്ടിലേക്കുള്ള വഴിയും നിങ്ങൾ അളന്നു നോക്കുക. എന്നിട്ട് ഏത് ദൂരമാണ് കൂടുതൽ എന്ന് നോക്കുക. ഇയാൾ നടന്ന വഴിയാണ് കൂടുതലെങ്കിൽ ഇയാൾക്ക് ഇനി പോകാനുള്ള വഴി കുറവാണെങ്കിൽ സ്വർഗത്തിൻ്റെ മലക്കുകൾക്ക് ഇയാളെ കൊണ്ടുപോകാം. ഇയാൾ നടന്ന വഴി കുറവും ഇയാൾക്ക് പോകാനുള്ള ദൂരം കൂടുതലും ആണെങ്കിൽ നരകത്തിൻ്റെ മലക്കുകൾക്ക് കൊണ്ടുപോകാം. അങ്ങനെ മലക്കുകൾ അളന്നു നോക്കുമ്പോൾ എന്താണ്, ഇയാൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് തുല്യമാണ്. അപ്പോഴും പ്രശ്നമായി. അപ്പോൾ റഫറി വേറൊരു കാര്യം പറഞ്ഞു, ഇയാളുടെ ഹൃദയം എവിടെയാണ് കിടക്കുന്നത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇയാൾ മരിച്ചു കിടക്കുമ്പോൾ ഇയാളുടെ ഹൃദയത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, നെഞ്ചിൻ്റെ ഭാഗം ആ ലേശം ആ തൗഹീദിൻ്റെ ഭാഗത്തേക്ക് ചാഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അന്നാ സ്വർഗത്തേക്കുള്ള മലക്കുകൾ കൊണ്ടുപോയി എന്നുള്ളത്. അങ്ങനെ അയാളെ സ്വർഗത്തേക്ക് കൊണ്ടുപോയി എന്ന ഒരു കഥ സഹീഹ് മുസ്ലിമിൻ്റെ ഹദീസിലുണ്ട്. സഹീഹാണ്, 1919 നമ്പർ ഹദീസാണ്. ഇതിലൂടെ എന്താണ് ഈ മതം പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യൻ 100 ആളെ കൊന്നാലും 10,000 ആളെ കൊന്നാലും എന്ത് തമ്മാടിത്തം ചെയ്താലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദിലേക്ക് മടങ്ങുകയും അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്താൽ അയാൾക്ക് സ്വർഗത്തിൽ പോകാം. അയാളുടെ എല്ലാ പാപങ്ങളും അവിടെ വെച്ച് പൊറുക്കുമെന്ന്. വേറൊരു ഹദീസിൽ പറയുന്നത്, ഒരാൾ ജനിച്ച് മരിക്കോളം സകലമാന തിന്മകളും ചെയ്തു, തമ്മാടിത്തങ്ങൾ മാത്രം ചെയ്തു. മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്ത് ചൊല്ലിയോ അയാൾ അതുവരെ ചെയ്ത പാപം മുഴുവൻ പുറത്തിട്ട് അയാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുക. ഇതാണ് മതം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പാപം ചെയ്തവരുടെ പാപം പൊറുക്കാൻ വേണ്ടി ഒരു പൊറുക്കലിൻ്റെ സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ട് പൊറുക്കാനുണ്ടോ എന്ന് പഴയത് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ച കച്ചവടക്കാർ നടക്കുന്നത് പോലെ അള്ളാഹു കോട്ടയിൽ ഇങ്ങനെ പൊറുക്കലും കൊണ്ട് നടക്കുകയാണ്. മാത്രമല്ല, വിചിത്രമായ മറ്റൊരു ഹദീസ് ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ലിയാക്കത്തിന് കൈമാറാം. ആ ഹദീസിൽ പറയുന്നത്, അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയോ? മനുഷ്യന്മാർ ഒരു തെറ്റും ചെയ്യാതെ നല്ല മനുഷ്യന്മാരായി മാത്രം ഒരു നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് തീരെ ഇഷ്ടപ്പെടില്ല. അള്ളാഹു ആ സമൂഹത്തെ ഒന്നടങ്കം നീക്കിയിട്ട് അവിടെ തെറ്റ് ചെയ്യുന്ന മനുഷ്യരെ പകരം കൊണ്ടുവരും. എന്തിനാണെന്നറിയോ? അവർ തെറ്റ് ചെയ്തിട്ട് അള്ളാഹുവിനോട് പുറത്തുണ്ടാ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇതാണ് അള്ളാഹുവിൻ്റെ പൊറുക്കൽ ഭ്രാന്ത്. തെറ്റ് ചെയ്യാതെ നല്ലവരായി നിങ്ങൾ ഒരു സമൂഹം ജീവിക്കുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തെ അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹു ആ സമൂഹത്തെ നശിപ്പിച്ചിട്ട് പകരം തെറ്റ് ചെയ്യുന്ന സമൂഹത്തെ അവിടെ കൊണ്ടുവന്നിട്ട് തെറ്റ് ചെയ്ത് അള്ളാഹുവിനോട് പൊറുക്കൽ തേടിയിട്ട് അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനാണ് അള്ളാഹു എന്നാണ് മുഹമ്മദ് നബി ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്വന്തം അനുയായികളെ പഠിപ്പിച്ചത്. എന്തിനു വേണ്ടിയാണ് പഠിപ്പിച്ചതെന്നറിയോ? അതിൻ്റെ പൊളിറ്റിക്സ് വേറെയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹമ്മദിൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ അത്യാവശ്യം ഈ കോലത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. കള്ളുകുടിയന്മാരും നാട്ടിലെ റൗഡികളും തമ്മാടികളുമായിരുന്നു. അവരെ കൂട്ടിയിട്ട് അടുത്ത യുദ്ധത്തിന് കൊള്ളയ്ക്കും കൊണ്ടുപോകണമെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് അവരെ എപ്പോഴും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത് മുഹമ്മദിൻ്റെ രാഷ്ട്രീയമായ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി മുഹമ്മദ് ഇറക്കിയ ഒരു തറവേലയാണ്. പടച്ചോന് തെറ്റ് ചെയ്യുന്നവരെയാണ് ഇഷ്ടം. തെറ്റ് ചെയ്തിട്ട് അള്ളാഹിനോടൊന്ന് പറഞ്ഞാൽ മതി. ആ തെറ്റ് ചെയ്തവർക്ക് തെറ്റുകൾ പൊറുക്കാൻ ഒരുപാട് മാർഗങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ആ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ മുമ്പ് നിങ്ങളൊരു തമ്മാടിത്തം ചെയ്താൽ അത് മഗ്‌രിബ് നിസ്കരിക്കുന്നതോടുകൂടി ആ തെറ്റ് പൊറുക്കും. മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഉസ്താദ് 2 കുട്ടികളെ കൊണ്ടേ പീഡിപ്പിച്ചാൽ ഇശാ നിസ്കരിക്കുന്നതോടുകൂടി ഉസ്താദിൻ്റെ ആ തെറ്റും അള്ളാഹ് പൊറുക്കും.
രാത്രി എന്തെങ്കിലും തെമ്മാടിത്തം ചെയ്താൽ നേരം വെളുത്ത് സുബഹി നിസ്കരിക്കുന്നതോടുകൂടി അത് പൊറുക്കും. നിസ്കാരം കൊണ്ട് മുമ്പത്തെ ഈ നിസ്കാരത്തിൻ്റെ ഇടയിൽ മനുഷ്യൻ ചെയ്ത എല്ലാ പാപവും പൊറുക്കും. അങ്ങനെ ജീവിതകാലത്ത് നിങ്ങൾ കുറേ പാപം ചെയ്തു, നിങ്ങൾക്ക് ഒരു ഉംറക്ക് പോകാം. ഒരു ഉംറ ചെയ്താൽ കഴിഞ്ഞ ഉംറ മുതൽ ഈ ഉംറ വരെ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കും. അതല്ല, നിങ്ങൾ മരിക്കാൻ കാലത്ത് ഒരു ഹജ്ജിന് പോയാൽ ജീവിതകാലം മുഴുവൻ ചെയ്ത തെറ്റുകളും അള്ളാഹ് പൊറുക്കും. ഇങ്ങനെ പൊറുക്കാനുള്ള ഒരുപാട് ഉപാധികളും ഈ മതം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മണ്ടത്തരമായിരുന്നു എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്നതും മതപണ്ഡിതന്മാർ എല്ലാവിധ തെമ്മാടിത്തങ്ങളും ചെയ്യുന്നതും അവർ ഈ മതം നന്നായി പഠിച്ചതുകൊണ്ടാണ്. സാധാരണക്കാർക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഇത് എന്നതുകൊണ്ട് സാധാരണക്കാരെ അവർ നരകം പറഞ്ഞ് പേടിപ്പിക്കും. പക്ഷെ ഇവരെല്ലാം തെമ്മാടിത്തം ചെയ്യും. കാരണം ഇവർക്കറിയാം അള്ളാഹ് നരകത്തിലൊന്നും ഇടാൻ പോകുന്നില്ല, അള്ളാഹ് പൊറുക്കൽ കച്ചവടക്കാരനാണ്. ഇതാണ് മതം പഠിപ്പിക്കുന്ന ധാർമ്മികത. ഈ ധാർമ്മികത പഠിപ്പിക്കുന്നിടത്തോളം കാലം മനുഷ്യനെ നന്മയിലേക്കല്ല തിന്മയിലേക്കാണ് മതം നയിക്കുന്നത്. ഈ മതം കക്ഷത്ത് പിടിച്ചുകൊണ്ടാണ്, കക്ഷത്ത് ചുമന്നുകൊണ്ടാണ് യുക്തിവാദിയുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്തുകൊണ്ട് വിശ്വാസികളും വിശ്വാസ കച്ചവടക്കാരും വരുന്നത്. ബാക്കി ലിയാഖത്ത് പറയും. ഇനി ഞാൻ എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതാണ് ധാർമ്മികതയെങ്കിൽ ഇവരോടൊക്കെ തർക്കിക്കാൻ പോകുന്നതാണെന്ന് ഞാൻ ആലോചിക്കുന്നു. ഞാൻ ഇസ്ലാമിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പോൾ ഈ ധാർമ്മികത എന്ന് ഉസ്താദന്മാർ പറയുന്നത്, പ്രത്യേകിച്ച് ന്യൂജൻ ദഅവ കുട്ടികൾ ധാർമ്മികത എന്ന് പറയുമ്പോഴത്തേക്ക് ചിരി വരും. ഇസ്ലാമിന് അല്ലെങ്കിൽ അള്ളാഹുവിന് മുഹമ്മദ് നബിക്ക് ഈ വാക്കിൻ്റെ പരിചയമില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് തന്നെ അവർക്ക് വലിയ ഗ്രാഹ്യമില്ല. ഇനി ഇവരിപ്പോൾ പറയുന്ന ധാർമ്മികത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പൊതുവെ ഇവർ ജീവിക്കുന്ന നാട്ടിൽ ഇവരുടെ അവിടുത്തെ ഒരു സാമൂഹിക ധാർമ്മികത ഉണ്ടാവും. ആ സാമൂഹിക ധാർമ്മികത അത് ഈ മതം കൊണ്ടുണ്ടായതാണ് എന്ന ദുർവ്യാഖ്യാനം മാത്രമാണ് ഇസ്ലാം കൊണ്ട് നടക്കുന്നത്. ഒന്നാമത്തത് മാഷ് പറഞ്ഞ പോലെ അള്ളാഹു മനുഷ്യർ ധാർമ്മിക ജീവികളായിരിക്കണം, അല്ലെങ്കിൽ ധാർമ്മികത പുലർത്തി മനുഷ്യർ ഇവിടെ ജീവിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. അള്ളാഹു അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചാൽ അതേ ഇവിടെ നടക്കുള്ളൂ എന്ന് മാത്രവുമല്ല, നേരത്തെ പറഞ്ഞ ഹദീസ് ഒരുപാട് ഞാൻ ചിരിച്ചിട്ടുള്ള ഹദീസാണ്. ധാർമ്മികത മാത്രം പുലർത്തുന്ന അല്ലെങ്കിൽ നന്മയിൽ മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടായാൽ ആ സമൂഹത്തെ നശിപ്പിച്ചിട്ട് അവിടെ തിന്മ ചെയ്യുന്ന ഒരു സമൂഹത്തെ അള്ളാഹു പകരം സ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞ ഒരു പ്രവാചകൻ ധാർമ്മികത പഠിപ്പിക്കാൻ വന്നു എന്ന് പറയുന്നത് തന്നെ വലിയ തമാശയാണ്. അപ്പോൾ അതിനവർ പറയാം അത് മഗ്ഫിറത്തിൻ്റെ ഒരു പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്നാണ്. അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്നില്ല, ധാർമ്മികത ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ആദം എങ്ങാനും ധർമ്മനിഷ്ഠയിൽ ജീവിച്ചാലോ എന്ന് പേടിച്ചിട്ട് അതിന് പിന്നാലെ ഒരു ഇബ്ലീസിനെയും കൂടി ഉണ്ടാക്കിയിട്ടാണ് അള്ളാഹ് ഈ പണി നിർത്തിയത്. ആദമിനെ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സൃഷ്ടിച്ചു വെച്ച ആദമിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കുക എന്ന അധാർമിക പ്രവൃത്തി ചെയ്യാൻ ഇബ്ലീസിനെ പ്രാപ്തനാക്കിയത് അള്ളാഹു അല്ലെങ്കിൽ മറ്റാരാണ്? കാരണം അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അള്ളാഹുവിന് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ചാലല്ലാതെ അള്ളാഹു ഉദ്ദേശിക്കില്ല എന്ന് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ ഉദ്ദേശം നിറവേറ്റുകയാണ് ഇബ്ലീസ് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലൂടെ ഇസ്ലാമിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അധാർമികതയുടെ മൂർത്തിമത് ഭാവമായിട്ടുള്ള പിശാചിനെ രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിക്കുകയും ആ ഇബ്ലീസിന് ലോകാവസാനം വരെ ആയുസ് നീട്ടിക്കൊടുക്കുകയും ചെയ്തു എന്നാണ് കഥ. ജിന്നുകൾക്ക് മനുഷ്യരെക്കാളും കൂടുതൽ ആയുസ്സുണ്ടെന്നൊക്കെ കഥയുണ്ട്. പക്ഷേ അതിൽ നിന്ന് ദറജ ഉയർത്തി മലക്കുകളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോയ ഇബ്ലീസിനെ ലോകാവസാനം വരെ മരണമില്ലാത്തവനായി എല്ലാ അധികാരത്തോടും എല്ലാ ഒരു അവകാശത്തോടും കൂടി വിരാജിക്കാൻ വിട്ടിരിക്കുകയാണ്. മനുഷ്യരെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കാൻ വിട്ടു എന്നാണ് ഇസ്ലാമിൻ്റെ കഥ. അപ്പോൾ ഇസ്ലാമിൻ്റെ ധാർമ്മികത എന്ന് പറയുന്ന അവകാശവാദം ഇബ്ലീസിൻ്റെ സൃഷ്ടിപ്പോടുകൂടി തന്നെ ഇല്ലാതായി പോകും എന്നാണ്. പിന്നെ ഇവർ പറയുന്നത് മക്കയിലെ ഹറമുകളിൽ ഇബ്ലീസിന് പ്രവേശനമില്ല എന്നൊരു വിശ്വാസം പൊതുവെ വിശ്വാസികൾക്കുണ്ട്. അത് വെറുതെ പറയുന്നതാണ്. ഇബ്ലീസിൻ്റെ ഇഷ്ടകേന്ദ്രം മക്കയും മദീനയൊക്കെ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തലും എൻ്റെ അനുഭവം. ഇനി ഇവർ
പറയുന്ന ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ മാഷ കാര്യങ്ങൾ വളരെ ചെറിയ ഉദാഹരണങ്ങളിലൂടെ തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ കൂടുതൽ പറയാനില്ല. പക്ഷേ ഈ ധാർമ്മികത എന്ന് പറയുന്ന ഇവരുടെ സങ്കല്പം, ഉദാഹരണത്തിന് ഇവർ പറയുന്നത് മതമില്ലാതായി കഴിഞ്ഞാൽ, എൻ്റെ ഒരു എളാപ്പാൻ്റെ മോൻ, പാപ്പാൻ്റെ അനിയൻ്റെ മോൻ ഒരു വലിയ മൂല്യരാണ്, ഒരു എന്താ പറയുക ബിരുദമൊക്കെ ഉള്ള ഒരു മൂല്യരാണ്. ഉംറ തീർത്ഥാടനത്തിന് ആളുകളെ നയിച്ചുകൊണ്ട് പോകുന്നൊരു വലിയ ഉസ്താദാണ്. അപ്പം ഞാൻ മതം വിട്ട കാര്യം അറിഞ്ഞ സമയത്ത്, മത വിമർശനം തുടങ്ങിയ സമയത്ത് വലിയ ദീൻ എന്ന് പറയുന്ന ഇവിടെ നടത്തിയ എൻ്റെ ആദ്യ പ്രസൻറ്റേഷന് ശേഷം എന്നെ ബന്ധപ്പെട്ട അവൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ ചൊറിയുമായിരുന്നു. അപ്പം ഞാൻ അവനോട് എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഇനി നിനക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാലോ എന്നാണ്. അപ്പോൾ ആ പുള്ളിയോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവൻ ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ എനിക്ക് മോഷ്ടിക്കാം, പെണ്ണ് പിടിക്കാം, കള്ള് കുടിക്കാം, എന്ത് വൃത്തികേട് ചെയ്യാം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നീ ഇതൊന്നും ചെയ്യാറില്ലേ? ഇല്ല, ചെയ്യാറില്ല. ചെയ്യാത്തത് അള്ള പറഞ്ഞുകൊണ്ടാണ്? പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ചോദിച്ചു, നിൻ്റെ അയൽവാസി ആയിട്ടുള്ള ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു, ആ സ്ത്രീയെ നീ കയറി പിടിക്കാത്തത് അള്ള പറഞ്ഞുകൊണ്ടാണോ? ആണ്. നിന്റെ അയൽവാസിയുടെ വീട്ടിലിരിക്കുന്ന ധനം നീ രാത്രി മോഷ്ടിക്കാത്തത് നീ അള്ളാഹു പറഞ്ഞുകൊണ്ട് മാത്രമാണോ? ആണ്. ഞാൻ പറഞ്ഞു, നീ ഒരു ക്രിമിനലാണ്, പേടിത്തൊണ്ടനായ ഒരു ക്രിമിനൽ. നമ്മൾ ധാർമ്മികമായിട്ട് ഇങ്ങനെ പറയാം. മോഷ്ടിക്കാൻ ആഗ്രഹമുള്ള എല്ലാ ആൾക്കാരും മോഷ്ടിക്കുന്നില്ലല്ലോ, അവർ പേടിയുള്ളതുകൊണ്ടാണ് മോഷ്ടിക്കാത്തത്. മോഷണം തെറ്റായതുകൊണ്ടോ അക്രമം അധാർമികമായതുകൊണ്ടോ അല്ല ഇവർ ചെയ്യാത്തത്. പകരം ഇവർ ഭയപ്പാടുകൊണ്ട് തൻ്റെ അക്രമവാസനയെ കടിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ നാട്ടുകാരുടെ ചെലവിൽ ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയുടെ ഹൗദിൻ്റെ കുണുപ്പിൽ താമസിക്കുന്ന ഉസ്താദുമാർക്ക് ഈ അധാർമിക പ്രവർത്തനം ചെയ്യാൻ പ്രശ്നമില്ലാത്തത്. നേരത്തെ പറഞ്ഞ മഹഫിറത്ത് സുബഹിക്ക് നീച്ചൊന്ന് കുളിച്ച് നല്ലോണം ഒന്ന് തൗബ ചെയ്തൊരു 4 അസ്താഗ്ഫിറുള്ള ചൊല്ലിയാൽ, 3 അസ്താഗ്ഫിറുള്ള ചൊല്ലിയാൽ അത് പ്രശ്നം തീരും എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഇനി മനുഷ്യരുടെ ഭൗതിക ജീവിതത്തിൽ ധാർമ്മികത പുലർത്തേണ്ട ഒരു കാര്യവും ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ച് ഇല്ല എന്നതിന് വേറെയും തെളിവുകളുണ്ട്. നേരത്തെ മാഷ് പറഞ്ഞ ആ ഹൃദയം തൗഹീദിലേക്ക് ചാഞ്ഞു കിടന്ന ആൾക്ക് സ്വർഗം കൊടുക്കാൻ തീരുമാനിക്കും പോലെ മുസ്ലിമായ ഒരാൾക്ക് അയാൾ ചെയ്ത എല്ലാ തിന്മകളുടെയും ശിക്ഷ ഒരുപക്ഷെ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. അതല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ശിക്ഷ നരകത്തിൽ അനുഭവിച്ചാൽ ഇയാളെ ഹൗലിൽ മുക്കിയെടുത്ത് സ്വർഗത്തിലേക്ക് ഇടും. ഇപ്പം ഭൗതികതയിലേക്ക് തൂങ്ങി നിൽക്കുന്ന വിശ്വാസികൾക്ക് പിന്നെ എന്ത് ഹലാക്കിനാണ് ധാർമ്മികത പുലർത്തേണ്ടത്? ഒന്ന്, അള്ളാഹു മുട്ടിന് പുറത്തു കൊടുക്കും. രണ്ടാമത്തത് ഹജ്ജും ഉംറയും ഒക്കെ അതിനുള്ള വഴി തുറക്കും. ഇതെല്ലാം കഴിഞ്ഞാലും നിങ്ങൾ ശിർക്കിലേക്ക് പോകാതെ തൗഹീദ് മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് ആത്യന്തികമായി സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. ഈ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ച് അധാർമിക പ്രവർത്തനത്തെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ധാർമ്മികതയുടെ അടിസ്ഥാനം ഈ പറഞ്ഞതുപോലെ മനുഷ്യർക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ മാത്രമാണ് ധാർമ്മികത പ്രസക്തമാകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു അനുവദിച്ച ഒരു രണ്ടാം കെട്ട് ഈമാനുള്ള ഉസ്താദുമാരുടെ ഭാര്യമാർ സമ്മതിക്കാത്തോണ്ട് ഞങ്ങൾ കെട്ടുന്നില്ല എന്ന് മുജാഹിദ് ബാലുശ്ശേരി വിലപിച്ചത്. മുജാഹിദ് ബാലുശ്ശേരി പിന്നെ കല്യാണം കഴിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് പോട്ടെ. അപ്പോൾ അള്ളാഹ് അനുവദിച്ച ഒരു രണ്ടാം കെട്ട് ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണ് മുസ്ലിം ഭാര്യമാർ അനുവദിക്കാത്തത് എന്ന് മുജാഹിദ് ബാലുശ്ശേരി വയൽ പറയുമ്പോൾ ഇന്ന് സാമാന്യ ബോധമുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുടുംബജീവിതം നയിക്കുന്നവരിൽ തൊള്ളി തോന്നിയ പോലെ പെണ്ണെട്ടി നടക്കുക എന്ന് പറയുന്നത് ഒരു അധാർമിക പ്രവർത്തനമായിട്ട് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ പൊതുവിൽ മനസ്സിലാക്കുന്നു. കുടുംബജീവിതത്തിൽ വിശ്വാസ്യത, പരസ്പര ബന്ധം, ബഹുമാനം എന്നതൊക്കെ ആവശ്യമാണ് എന്ന് ഇസ്ലാമിക ധാർമ്മികതയിൽ ജീവിക്കുന്നവർ പോലും മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുവദിച്ചു കൊടുത്തതിനും മേലെയാണ് ഒരു ശരാശരി മുസ്ലിമിൻ്റെ ധാർമ്മികത എന്നർത്ഥം. അതുകൊണ്ടാണ് അള്ളാഹ് അനുവദിച്ച ഒരു രണ്ടാം കെട്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാര്യ അന്ന് സമ്മതിക്കായിരുന്നു. എന്ന് മാത്രമല്ല, എനിക്കറിയാവുന്ന ഒരു കഥ, ഒരു സംഭവം, നമ്മുടെ നാട്ടിലെ തലയെടുപ്പുള്ള ഒരു മുസ്ലിം ദാഴി, ഒരു മുജാഹിദ് ദാഴിയുടെ 1ാം ഭാര്യയുടെ വാപ്പ
ഈ പ്രധാനപ്പെട്ട മുഖ്യ ദാഴിയെ വിളിക്കുന്നത് മോനെ എന്നാണ്. അതിൻ്റെ കാരണം അയാളുടെ മകളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഇയാൾ വേറെ ഒരു ഹിന്ദു സമൂഹത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു എന്നാണ്. ആലോചിക്കണം, ഈ മരുമോനെ ചീത്ത വിളിക്കുന്ന ഈ അമ്മായപ്പൻ നല്ല ഒന്നാന്തരം മുജാഹിദ് ദാഴിയാണ്. അപ്പൊ ഇവരുടെ ധാർമ്മികത നമ്മുടെ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ധാർമ്മിക ചിന്തയുമായിട്ടാണ് പൊരുത്തപ്പെടുന്നത്. ഖുർആനിൽ അള്ളാഹ് അനുവദിച്ചോ അനുവദിച്ചില്ലേ എന്നതിനെ ആശ്രയിച്ചല്ല. ഇനി അള്ളാഹ് അനുവദിച്ചു കൊടുത്ത ഇതിപ്പോൾ അള്ളാഹ് അനുവദിച്ചു കൊടുത്ത ഒരു ഹലാലാണല്ലോ, അതിന് ഇവർക്ക് മനസ്സ് പാകപ്പെടുന്നില്ല. ഇവരുടെ ധാർമ്മികത അതിനു മുകളിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നിട്ട് ഇസ്ലാമിൽ അടിമത്തമില്ല എന്ന് ന്യായീകരിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. കാരണം അടിമത്തം ആസ്വദിച്ച മുഹമ്മദ് നബിയെ സംബന്ധിച്ച്, അടിമത്തത്തിൻ്റെ സർവ്വസാധ്യതകളും പ്രയോജനപ്പെടുത്തിയ മുഹമ്മദിനെ സംബന്ധിച്ച് അന്ന് അവിടെ ധാർമ്മിക പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ ദാഴിമാർക്ക് അടിമത്തം ഇസ്ലാമിൽ ഹലാലാണ് എന്ന് പറയാനുള്ള ആർജവമില്ല. ഏറ്റവും പുതിയതായിട്ട് ഞാനിപ്പോൾ ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന എ പി വിഭാഗത്തിലെ പ്രമുഖ പണ്ഡിതൻ. നമ്മളൊക്കെ മുസ്ലിമായി ജീവിക്കുന്ന കാലത്ത് എല്ലാ പള്ളിയിലും എല്ലാ ജുമുഅയിലും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയെ നിരാകരിച്ചിരിക്കുന്നു. അയാൾ അതിനെ കൈയൊഴിഞ്ഞിരിക്കുന്നു. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന പ്രാർത്ഥന ഏതെങ്കിലും വിവരമില്ലാത്ത മൂല്യന്മാർ എവിടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതിന് മൂല്യന്മാരെ, പണ്ഡിതന്മാരെ കുറ്റം പറയരുത് എന്നാണ് ഞാൻ പറയുന്നത്. മുസ്ലിമായി ജീവിക്കുന്ന ഏതെങ്കിലും ഒരാൾ, മുസ്ലിമായി ജീവിച്ച ഒരാൾ, പള്ളിയിൽ ജുമുഅ പ്രാർത്ഥനകളിൽ പങ്കെടുത്തുള്ള ഏതെങ്കിലും ഒരാൾ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന പ്രാർത്ഥനക്ക് ആമീൻ പറയാത്തവരായിട്ടുണ്ടാവുമോ? ആ പ്രാർത്ഥനയൊന്നും ഇസ്ലാമികമല്ല. അങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നും ഇസ്ലാം ദീനിൽ പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ വഹാബികൾ, പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഫിത്തനയാണ്, ഇതൊക്കെ മുജാഹിദുകൾ ഉണ്ടാക്കിയ പ്രാർത്ഥനയാണ് എന്ന് ഈ പേരോട് പറയാം. ഈ പേരോട് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് മണ്ണാർക്കാട് പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ പറഞ്ഞ ആളാണ് ഞാൻ. അപ്പൊ സ്വന്തം പ്രാർത്ഥനകളെ ഇന്നത്തെ കാലത്തെ മനുഷ്യരോട് പറയാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് നമ്മളൊക്കെ ഉയർത്തി കാണിക്കുമ്പോൾ അതിനെ തള്ളിക്കളയാൻ വേണ്ടി ഇവരെ പ്രേരിപ്പിക്കുന്നത് ഇവരുടെ ധാർമ്മികത, ഇവരുടെ മൂല്യബോധം മതത്തിൻ്റെ മൂല്യബോധത്തിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് എന്നതുകൊണ്ടാണ്. ഇങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് ഉദാഹരണം. അപ്പോൾ ഹലാലാക്കിൻ്റെ കേസ് പറഞ്ഞു, അള്ളാഹ് ഹറാമാക്കിയ ഒരു കഥ പറയാം. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ട്. അമ്മ പെങ്ങൾ എന്നാണ് ഇവരുടെ, യുക്തിവാദി ഈസ് ഈക്വൽ ടു അമ്മ പെങ്ങൾ എന്നാണ് ഇവരുടെ ഒരു സമീകരണം. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇവരുടെ ധാർമ്മികത എങ്ങനെ ആയിരിക്കും പ്രവർത്തിക്കുന്നത് എന്നൊരു ചിന്താ പരീക്ഷണം നിങ്ങളെ മുമ്പിൽ വെക്കാം. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമായ തിന്മയായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പലിശ. പലിശയുമായി ബന്ധപ്പെട്ട ഏറ്റവും ചെറിയ തിന്മ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. നെഞ്ചത്ത് കൈവച്ചിട്ട് എത്ര മുസ്ലിങ്ങൾക്ക് പറയാൻ പറ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട് ഒരിടപാട് ചെയ്തിട്ടില്ല? ഒന്നാമത്തെ പോയിന്റ്. നേരിട്ട് അമ്മ പെങ്ങൾ ഭോഗത്തിനെ കുറിച്ച് ആ ആരോപണം ഉന്നയിക്കാൻ ആർജവമുള്ള ഒരു മുസ്ലിം പണ്ഡിതൻ ഉണ്ടെങ്കിൽ അയാൾ ഇതുപോലൊരു വേദിയിലേക്ക് വരണം എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ മതം ഉപേക്ഷിച്ചവർ അധാർമിക ജീവികളാണെന്നും അവർ അമ്മ പെങ്ങ ഭോഗികളാണ് എന്നും വാദിക്കാൻ ധൈര്യമുള്ള, മുസ്ലിങ്ങൾ ഇസ്ലാം ആയതുകൊണ്ട്, മുസ്ലിം ആയതുകൊണ്ട്, ദൈവവിശ്വാസി ആയതുകൊണ്ട് അമ്മ പെങ്ങൾ ഭോഗം നടത്താറില്ല എന്ന് പറയാൻ, വാദിക്കാൻ ആർജവമുള്ള ഒരാളെ ഇതുപോലൊരു പൊതുവേദിയിൽ സ്റ്റേജിൽ കിട്ടണം. അപ്പോൾ പറയാൻ ഞാൻ ബാക്കി ചില കാര്യങ്ങൾ മാറ്റി വെക്കണം. ഞാൻ ഈ പലിശയിലേക്ക് മാത്രം ഉദാഹരണം ചുരുക്കുകയാണ്. അപ്പോൾ ആ വെല്ലുവിളി സ്വീകരിക്കാൻ ആർജവമുള്ളവർക്ക് വരാം. ഏതെങ്കിലും സ്റ്റുഡിയോയുടെ അകത്തോ മാളത്തിനകത്തോ അല്ല, പൊതുവേദിയിലേക്ക് വരണം, പബ്ലിക് ഡിബേറ്റിന് വരണം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അവരെ കൊണ്ട് എന്താണ് ഈ ലൈംഗിക സദാചാരവുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ ധാർമ്മികതയുടെ അടിസ്ഥാനമെന്ന് ആ മൂല്യരെ കൊണ്ട് ഞാൻ ഈ വേദിയിൽ പറയും. അത് ഖുർആനികമല്ല, അത് ദൈവികമായ ഒരു അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഇതെൻ്റെ വെല്ലുവിളിയാണ്, ഇത് ചലഞ്ചാണ്. അത് ആർക്ക് വേണേലും ഏറ്റെടുക്കാം, ഏത് മൂല്യർക്കും ഏറ്റെടുക്കാം. ഇനി പലിശയിലേക്ക് തിരിച്ചു വന്നാൽ, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമായ
ശിക്ഷ അല്ലെങ്കിൽ അത്തരം കഠിനമായ ഒരു തെറ്റായിട്ട് പരിഗണിക്കുന്ന ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ മുസ്ലിം പൊതുസമൂഹം ഒരു മനസ്താപവുമില്ലാതെ ഇപ്പോൾ ഇടപെടുന്നുണ്ട്, ആ ഇടപാടുകൾ നടത്തുന്നുണ്ട് എങ്കിൽ അള്ളാഹു നിരോധിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മുസ്ലിം വീടുകളിൽ അമ്മയും പെങ്ങളും സുരക്ഷിതമായിരിക്കും എന്ന് കരുതുക സാധ്യമല്ല. അതുമാത്രമാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ബാക്കി ആലോചിച്ച് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം മനുഷ്യരുടെ നന്മയും തിന്മയും തെറ്റും ശരിയും ഒക്കെ തീരുമാനിക്കുന്നത് അയാൾ ജീവിക്കുന്ന കാലഘട്ടം, ജീവിക്കുന്ന സമൂഹം, ജീവിക്കുന്ന പ്രദേശം തുടങ്ങി പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഒരാളുടെ സാമൂഹിക ധാർമ്മിക ബോധം ഡെവലപ്പ് ആകുന്നത്. അത് മതപുസ്തകത്തിൽ നിന്ന് വരുന്നതല്ല. അത് സാമൂഹിക ധാർമ്മികത ഉരുത്തിരിയുന്നത് അയാളുടെ സാമൂഹിക ജീവിതത്തിലൂടെ തന്നെയാണ്. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, യത്തീം ഖാനയും പല ആൾക്കാരും ചോദിക്കാറുണ്ട്, മതം വിട്ട് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ കുറവ് എന്നൊരു സംഭവമുണ്ട്. അത് ഞാൻ എൻ്റെ അടുത്ത റൗണ്ടിൽ പറയാം. ധാർമ്മികത മതം ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞല്ലോ. മനുഷ്യൻ ജീവിക്കുന്ന സമൂഹം, കാലഘട്ടം, പ്രദേശം അതിനൊക്കെ അനുസരിച്ച് ക്രമമായി വികസിച്ചു വന്നതാണ് മനുഷ്യൻ്റെ ധാർമ്മികത. അത് ഇനിയും വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിവിടെ നിൽക്കുന്നതൊന്നുമല്ല, എല്ലാം ഡൈനാമിക് ആയിട്ടുള്ളതാണ്. ഇന്നലെ തിരിച്ചറിയാത്ത പല തെറ്റുകളും ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തിരിച്ചറിയാത്ത പല ശരികളും ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ ട്രാൻസ്ജെൻഡറുകൾ എന്ന് പറയുന്ന ഒരു മനുഷ്യവിഭാഗത്തെ മനുഷ്യരായി അംഗീകരിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് ആളുകൾ വരുന്നത് ഇപ്പോഴാണ്. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം മാത്രമാണ് അങ്ങനെയുള്ള മനുഷ്യരും മനുഷ്യരാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് ചെറിയൊരു ശതമാനം ആളുകളിലേക്ക് എത്തുന്നത്. ഇതൊന്നും നേരത്തെ ഇല്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ മനുഷ്യൻ്റെ ധാർമ്മിക ചിന്ത സമൂഹം വികസിക്കുന്നതിനനുസരിച്ച് വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ മനുഷ്യൻ്റെ ധാർമ്മികതയുടെ മേൽ ഇടിത്തീ പോലെ വീണ ഒരു ഭീകരമായ ഇടിത്തീൻ്റെ പേരാണ് മതം. എന്താ കാരണം എന്നറിയോ? ധാർമ്മികതയുടെ വികാസത്തെ തടഞ്ഞു നിർത്തുക എന്ന പ്രതിലോമപരമായ കാര്യമാണ് എല്ലാ മതങ്ങളും ചെയ്തു പോന്നിട്ടുള്ളത്. മതം ഉണ്ടായ കാലഘട്ടത്തിലെ സമൂഹത്തിൽ, ആ പ്രദേശത്ത്, ആ ഗോത്രകാലത്തെ മനുഷ്യ സമൂഹത്തിൽ എന്തായിരുന്നോ ശരിതെറ്റുകൾ, ആ ശരിതെറ്റുകളെ പെറുക്കിക്കൂട്ടി പുസ്തകമുണ്ടാക്കി വെച്ച് ആ പുസ്തകത്തിൻ്റെ മേൽ നൂറ്റാണ്ടുകളോളം അടയിരിക്കുകയാണ് മതം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ശരികളെയും തെറ്റുകളെയും ധാർമ്മികതയുടെ വികാസത്തെയും ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്നത് ഈ അടയിരിക്കുന്ന കാലഹരണപ്പെട്ട മതബോധമാണ്. ഇസ്ലാം എന്ന മതത്തിൻ്റെ ധാർമ്മികത വളരെ വിചിത്രമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, തെറ്റുകൾ ചെയ്യുക എന്നതാണ് ദൈവത്തിന് ഇഷ്ടം എന്ന കഥ. എന്ന് മാത്രമല്ല, ഇസ്ലാമിൽ ആകെ ഗൗരവമേറിയ ഒരു തിന്മ മാത്രമേ ഉള്ളൂ, ഒരു നന്മ മാത്രമേ ഉള്ളൂ. നിങ്ങളെ സ്വർഗം ഉറപ്പിക്കുന്ന ഒരു നന്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് മോചനം ഉറപ്പിക്കുന്ന ഒരു നന്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നരകം ഉറപ്പിക്കുന്ന ഒരു തിന്മ മാത്രമേ ഉള്ളൂ. എന്താ തിന്മ എന്നറിയോ? ദൈവവിശ്വാസം, ദൈവാരാധന, മതവിശ്വാസം, മതാചാരങ്ങൾ. ഇതാണ് നിങ്ങൾക്ക് നരകം ഉറപ്പിക്കുന്ന ഏറ്റവും വലിയ തിന്മ. വേറെ ഏത് തിന്മയും അള്ളാഹു പൊറുക്കും. വേറെ ഏത് തിന്മ ചെയ്താലും അള്ളാഹു നിങ്ങളെ സ്വർഗത്തിലിടും. പക്ഷെ നിങ്ങൾ ഈശ്വരാരാധന എന്ന മഹാപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, മതവിശ്വാസം എന്ന മഹാപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യനരകമാണ് എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത്. ഒറ്റ ഉപാധിയുള്ളൂ: നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ, നിങ്ങൾ വിശ്വസിക്കുന്ന മതം, നിങ്ങൾ ആരാധിക്കുന്ന ഈശ്വരൻ അത് നമ്മളെ ആയിരിക്കരുത്, എങ്കിൽ നിങ്ങൾക്ക് നരകം ഉറപ്പാണ്. എന്നാൽ നിങ്ങൾ എന്ത് തിന്മ ചെയ്തോ, നിങ്ങൾ മരിക്കാൻ നേരത്ത് കലിമ ചൊല്ലിയാൽ നിങ്ങൾക്ക് സ്വർഗം. അബൂദറിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പൊ അബൂദർ ചോദിച്ചു, എങ്ങനെ പ്രവാചകരെ? അപ്പോൾ ഒരു മനുഷ്യൻ കണ്ടമാനം കൊലപാതകവും വ്യഭിചാരം ഒക്കെ ചെയ്താലും അയാള് സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോകും. അപ്പൊ ഇയാൾ മോഷണം നടത്തിയാലോ? അയാൾ സ്വർഗത്തിൽ പോകും.
അപ്പോൾ അബൂദർ പിന്നെ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഇതൊക്കെ ചെയ്താലും എന്ന് ചോദിച്ചു. അവസാനം പ്രവാചകൻ ദേഷ്യം പിടിച്ചിട്ട് പറയും, അബൂദറിനൊന്നും ഇഷ്ടമല്ലെങ്കിലും ശരി അള്ളാഹ് സ്വർഗത്തിലിടും. ഈ ഹദീസും അവിടെ കിടപ്പുണ്ട്, ബുഖാരിയിലുണ്ട് ഈ ഹദീസ്. അപ്പോൾ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുക എന്ന ശിർക്കാണ്. അള്ളാഹു സ്വർഗം ഉറപ്പ് തരുന്ന ഒരു നന്മ എന്ന് പറയുന്നത്, ബാക്കിയുള്ള നന്മകളൊന്നും പ്രശ്നമല്ല, ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് തരുന്ന ഒരു നന്മ എന്ന് പറയുന്നത് തൗഹീദാണ്. അള്ളാഹു എന്ന ഒറ്റപ്പടച്ചോനിൽ വിശ്വസിക്കുക, ആരാധിക്കുക എന്ന ഏർപ്പാട്. ഇവിടെ മതം തന്നെ സൃഷ്ടിക്കുന്നത് ഏറ്റവും വലിയ തിന്മയാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ ഈ പറയുന്നതാണ് ഏറ്റവും വലിയ തിന്മ, ഈ തൗഹീദ്. കാരണം അതിൻ്റെ പേരിലാണ് മനുഷ്യരെ വിഭജിക്കുകയും മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇസ്ലാം എന്ന മതം 4 മഹാതിന്മകളുടെ മുകളിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള മതമാണ്. മനുഷ്യനോട് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തിന്മകളെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരുന്ന 4 തിന്മകൾ ചെയ്തുകൊണ്ടാണ്, ആ 4 തിന്മകളുടെ അടിത്തറയിലാണ് ഈ മതം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. 1 ചതി, 2 വയലൻസ്, 3 കൊള്ള, 4 അടിമക്കച്ചവടം, അടിമത്തം. ഈ 4 തിന്മയും ഉപയോഗിച്ചുകൊണ്ട് ആ കെട്ടിപ്പൊക്കിയ മതമാണ് ഇസ്ലാം എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിച്ചാൽ ആർക്കും ബോധ്യപ്പെടും. ഇന്ന് ഈ പറഞ്ഞതൊക്കെ തിന്മയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. പക്ഷേ ഇതൊക്കെ നന്മയാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ മതം വളർന്നു വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ്റെ ധാർമ്മികതയുടെ മേൽ പതിച്ചിട്ടുള്ള ഇടിത്തീയാണ് മതം. മതം ധാർമ്മികതയെ നിലനിർത്തുകയല്ല, ധാർമ്മികതയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എവിടെ ധാർമ്മികതയുണ്ടോ അവിടെ അതിനെ നീക്കം ചെയ്തിട്ട് പാപം കൊണ്ടുവരുമെന്ന് അള്ളാഹ് പറഞ്ഞു എന്ന് പഠിപ്പിക്കുന്ന ഈ മതം ഒരിക്കലും മനുഷ്യനിൽ ധാർമ്മികത സൃഷ്ടിക്കില്ല. മറിച്ച് മനുഷ്യൻ സഹകരിച്ചുകൊണ്ട് ജീവിക്കേണ്ട സാമൂഹ്യ ജീവിയാണ് താൻ എന്ന് ഓരോരുത്തരും തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യൻ ധാർമ്മിക ജീവിയായി മാറുന്നത്. മാഷ് പറഞ്ഞതിനോട് ഒരു ചെറിയ കാര്യം കൂടി ആഡ് ചെയ്യാൻ തോന്നി. എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അള്ളാഹു അല്ലാത്ത എല്ലാത്തിൻ്റെയും സൃഷ്ടി, ജീവിതവും മരണവും, ജീവനും മൗത്തും ഹയാത്തിനും ഉടമസ്ഥനാണ് അള്ളാഹു. നന്മയും തിന്മയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ധർമ്മവും അധർമ്മവും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അധാർമികത അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ചൊവ്വാഴ്ചയാണ് സൃഷ്ടിച്ചത്. ചൊവ്വാഴ്ച തിന്മ, അധാർമികതയുടെ എല്ലാ തിന്മകളുടെയും മൂർത്തിമത് ഭാവം പിശാചാണ്. ആ പിശാച് അള്ളാഹു പ്രത്യേകമായി പിക്ക് ചെയ്ത ഒരു ജിന്നിൻ്റെ വകഭേദമാണ്, അതിൻ്റെ പരിണാമമാണ്. അപ്പോൾ അള്ളാഹു തിന്മ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചു എന്നും അള്ളാഹു ഭൂമിയിൽ തിന്മ നടമാടണം എന്നാഗ്രഹിച്ചു എന്നും മനുഷ്യർ അധാർമികരായി ജീവിക്കണമെന്നും അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിന് അള്ളാഹുവിനോളം പഴക്കമുണ്ടെന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. കാരണം മനുഷ്യർ തിന്മ ചെയ്യാൻ കാരണമാകുന്ന പിശാചിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തിന്മ ചെയ്യുന്ന മനുഷ്യരെ കത്തിക്കാനുള്ള നരകത്തിൽ അള്ളാഹു വിറക് കത്തിച്ച് തുടങ്ങിയിരുന്നു എന്നർത്ഥം. അതാണ് വിശ്വാസം. ഇബ്ലീസിനെ സൃഷ്ടിക്കുന്നതിന് മുൻപാണ് നരകം അള്ളാഹു സൃഷ്ടിച്ചതെങ്കിൽ അള്ളാഹു ധാർമ്മികത ഉദ്ദേശിച്ചിട്ടേയില്ല. അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യം ഇസ്ലാമിൻ്റെ മേലിൽ ആരോപിക്കുകയാണ്. മുഹമ്മദ് നബി ചെയ്തു കാണിച്ചിട്ടില്ലാത്തൊരു കാര്യം ഇന്നത്തെ കാലത്തെ ധാർമ്മിക സാഹചര്യത്തിൽ അള്ളാഹുവിലും മതത്തിലും ആരോപിക്കുക എന്ന ദൈവനിഷേധമാണ് ഇസ്ലാം ധാർമ്മികമാണ് എന്ന് ഉദ്ഘോഷിക്കുക വഴി ഇവിടുത്തെ ദാഴിമാർ ചെയ്യുന്നത്. അള്ളാഹുവിനോട് ചെയ്യുന്ന അക്രമമാണ് ഇസ്ലാം ധാർമ്മികമാണ് എന്ന അവകാശവാദം എന്ന് ചുരുക്കം. ഇനി ജബർ മാഷും എം എം അക്ബറും നടന്ന സംവാദത്തിൽ ശാസ്ത്രീയമായ ഒരു അത്ഭുതമായിട്ട് എം എം അക്ബർ കൊണ്ടുവന്നൊരു ഖുർആൻ വചനുണ്ട്. ഔക്കലുമാത്തുൻ ഫി ബഹരിൽ ലുജ്ജി എന്ന് പറഞ്ഞിട്ട്. ഇത് അള്ളാഹു പറയുന്നത്, അല്ലെങ്കിൽ ഖുർആനിൽ പറയുന്നത്, നേരത്തെ പറഞ്ഞ ഒരേ ഒരു നന്മ പുൽകാത്ത ആളുകളുടെ സൽക്കർമ്മങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. അതായത് തൗഹീദ് എന്ന് പറയുന്ന, ഞാൻ നേരത്തെ മാഷ് സംസാരിച്ചപ്പോൾ മൈക്കെടുത്തത് ദൈവവിശ്വാസിയാവുക മതവിശ്വാസിയാവുക എന്ന
ഒരു നിബന്ധന മുന്നിൽ വെച്ചാൽ ഇസ്ലാം പൂർത്തിയാവില്ലല്ലോ. നിങ്ങൾ അവസാനം അത് പറഞ്ഞു, തൗഹീദിലേക്ക് തന്നെ എത്തണം. അപ്പോൾ ഒരാൾ തൗഹീദിലായിരിക്കുക, അള്ളാഹുവിനെ വിശ്വസിക്കുക, പ്രവാചകന്റെ പ്രവാചകത്വം അംഗീകരിക്കുക എന്ന നിബന്ധന വെച്ചുകൊണ്ട് മാത്രമാണ് മനുഷ്യരുടെ നന്മയും തിന്മയും വിലയിരുത്തുന്നത് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി, വീണ്ടും മുജാഹിദ് ബാലുശ്ശേരി തൗഹീദ് നന്നായിട്ട് പറയുന്ന ഒരാളാണ്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്, ഒരാൾ ജീവിതകാലം മുഴുവൻ ഒരു തിന്മയും ചെയ്തില്ല, എല്ലാ സൽപ്രവർത്തനവും ചെയ്തു, പക്ഷെ ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് വിളിച്ചു, അയാളുടെ ജീവിതം കൊഞ്ഞാട്ടാവും എന്ന് അയാൾ പറയാൻ കാരണം ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഒരു മനുഷ്യൻ മറ്റു മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന നന്മ, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സൽപ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ, ഇതൊന്നും അള്ളാഹു പരിഗണിക്കുകയില്ല. ഏതുവരെ? അള്ളാഹു എന്ന് പറയുന്ന ഈ മതം തൗഹീദ് അംഗീകരിക്കുന്നത് വരെ മനുഷ്യരുടെ നന്മകളെ പരിഗണിക്കാത്ത ഒരു ദൈവസങ്കല്പമാണ്. അപ്പം ധർമ്മം, അധർമ്മം അല്ലെങ്കിൽ അധാർമികത എന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ്. അള്ളാഹു അതിന് ഓരോരോ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ഇസ്ലാം ധാർമ്മികമാണ് എന്ന് അള്ളാഹുവിന് പോലും അവകാശവാദമില്ല. ഇത് ഭയഭക്തിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇസ്ലാം. ഇസ്ലാം അള്ളാഹു ആകെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരായിരിക്കണം എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ വിശദീകരണങ്ങൾ വേറെയാണ്. പക്ഷെ അള്ളാഹുവിന് അതിനേക്കാൾ പ്രധാനം തഖ്വയുള്ളവരായിരിക്കുക എന്നതും ഷിർക്ക് ചെയ്യാത്തവരായിരിക്കുക എന്നുള്ളതുമാണ്. അതുകൊണ്ട് അള്ളാഹു ആണ് തിന്മ സൃഷ്ടിച്ചത്, അള്ളാഹു ആണ് പിശാചിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, അള്ളാഹു ആണ് എല്ലാ തിന്മകളുടെയും കേന്ദ്രം, അള്ളാഹു ആണ് എല്ലാ പിശാചുക്കളുടെയും പിതാവ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു യത്തീം ഖാനയുടെ കഥയോടെ പറഞ്ഞിട്ട് നിർത്താം. ഇവർ ചോദിക്കുന്ന വലിയൊരു നന്മയാണ് മാതാപിതാക്കളുടെ മാതാവിൻ്റെ കാലിനടിയിലാണ് സ്വർഗം എന്നും ഇസ്ലാം മത വിശ്വാസികളുടെ രക്ഷിതാക്കളാണ് വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കുറവ് എന്നും ഇവരെപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ കാരണം ഇസ്ലാം തന്നെയാണ്. ശരിക്കും മാതാപിതാക്കൾ അല്ലെങ്കിൽ വൃദ്ധസദനം എന്ന ഇവരുടെ കൺസെപ്റ്റ് ഏത് രീതിയിലാണ് ഇവരിതിനെ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ പ്രായമായ ആളുകൾ, മാതാപിതാക്കൾ, അവരെ സംരക്ഷിക്കുക എന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുത്ത ഒരു നന്മയല്ല. യത്തീം കുട്ടികളെ സംരക്ഷിക്കുക എന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുത്തൊരു നന്മയല്ല. യത്തീമുകളെ സംരക്ഷിക്കുക എന്ന നന്മയുള്ളത് കൊണ്ട് മാത്രം ഒരു യുവാവായി വളർന്ന മനുഷ്യനാണ്. അതായത് ആ കാലഘട്ടത്തിൽ മുശ്രിക്കുകളായിട്ട് ഇവർ പറയുന്ന ജാഹിലിയ കാലത്ത് അനാഥ കുട്ടികളെ സംരക്ഷിക്കുക എന്ന ഒരു സംവിധാനം, അങ്ങനെ ഒരു ധാർമ്മികത അവർ പുലർത്തിയത് കൊണ്ട് മാത്രം സുഖമായി ജീവിച്ച് വളർന്നു വന്ന ഒരാളാണ് മുഹമ്മദ്. ഇനി നമ്മൾ ഇന്നത്തെ കാലത്ത് റിട്ടയർമെൻറ്റ് ഹോമുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കാലമാണ്. ഒരു പ്രായം ആവുന്നത് വരെ ജോലി ചെയ്ത് ജീവിച്ച് മക്കളെ വളർത്തി വലുതാക്കിയ രക്ഷിതാക്കളിൽ ഭൂരിപക്ഷം പേരും മക്കളുടെ നല്ല ജോലിയോ അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗമോ തടസ്സപ്പെടുത്തി എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ തന്നെ നോക്കിയിരിക്കണം എന്നാഗ്രഹിക്കാത്ത രക്ഷിതാക്കളാണ് ഇന്നത്തെ കാലത്തെ രക്ഷിതാക്കളിലേറിയ കൂടി. അതിന് സുരക്ഷിതമായ സന്തോഷകരമായ വാർദ്ധക്യ ജീവിതം, റിട്ടയർമെൻറ്റ് ലൈഫാണ് ഓരോ മനുഷ്യരും ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ പക്ഷേ അത്തരം ഒരു സാധ്യത ഇല്ലാത്തൊരു വിഭാഗമാണ് അനാഥരായിട്ട് വളരുന്ന കുട്ടികൾ. അപ്പം നമ്മൾ നല്ല ജോലി ചെയ്തു, സമ്പാദിച്ചു, നമുക്ക് ജീവിതമാർഗമുണ്ട്, വരുമാനമുണ്ട് എങ്കിൽ നമ്മുടെ മക്കളുടെ സ്നേഹം, അടുത്ത് സാമീപ്യമില്ലെങ്കിലും സ്നേഹവും സമാധാനവും ഉണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് വാർദ്ധക്യ ജീവിതം നയിക്കാൻ പറ്റുന്ന നിരവധി സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രാകൃത രൂപമായിട്ട് വേണമെങ്കിൽ നമുക്ക് വൃദ്ധസദനം എന്ന പേരിനെടുക്കാം. കാരണം വൃദ്ധസദനങ്ങൾ എന്ന രീതിയിലല്ല, റിട്ടയർമെൻറ്റ് ലൈഫ്, റിട്ടയർമെൻറ്റ് ഹോമുകൾ ഇന്ന് എല്ലാ സൗകര്യങ്ങളോടും കൂടി അടിപൊളിയായിട്ട് മക്കളുടെ പൂർണ്ണമായ സാന്നിധ്യമില്ലാതെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ പറ്റുന്ന സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ഇസ്ലാമിൽ യത്തീമുകളെ സംരക്ഷിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇത്രയും കൂടുതൽ യത്തീം ഖാനകൾ ഇവർ നടത്തുന്നത് അത് ഇസ്ലാം പഠിപ്പിച്ച ധാർമ്മികത കൊണ്ടാണോ അതോ മുഹമ്മദിന് തോന്നിയ ഒരു അധാർമിക ചിന്തയുടെ ഭവിഷ്യത്തുണ്ടാകും? അതിൻ്റെ ബാക്കി പത്രമാണ്. വളർത്തുമകനായിട്ട് പ്രഖ്യാപിച്ച് എടുത്തു വളർത്തിയ ദത്തുപുത്രൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീയെ
കല്യാണം കഴിക്കണം എന്ന മുഹമ്മദിന്റെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദത്ത് നിരോധിച്ചതിന്റെ പേരിൽ അനാഥ ബാല്യങ്ങളെ സ്വന്തം മക്കളെ പോലെ പരിഗണിക്കുന്ന ആ ഒരു ഇവരുടെ ഭാഷയിൽ പറഞ്ഞ ജാഹിലിയ സംസ്കാരം തച്ചുടച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന യതീംഖാനകൾ. വാർദ്ധക്യകാലത്ത് മനുഷ്യന് കിട്ടേണ്ടത് സുരക്ഷിതത്വ ബോധവും അല്ലെങ്കിൽ അവരുടെ ചികിത്സയും സുഗമമായിട്ടുള്ള ജീവിതത്തിനുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം ബാല്യമാണ്. വാപ്പാനും ഉമ്മാനെയും നോക്കാൻ നമുക്ക് ആയമാരെ വെച്ച് നോക്കാം. പക്ഷെ മക്കളെ വളർത്തുമ്പോൾ ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും വാത്സല്യവും പരിചരണവും നർച്ചറിംഗ് ഒക്കെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാലഘട്ടം ബാല്യകൗമാരമാണ്. ആ ബാല്യകൗമാരങ്ങളെ അനാഥരാക്കപ്പെടുന്ന മനുഷ്യർക്ക് അത്തരമൊരു രക്ഷകർത്തൃത്വം നിഷേധിക്കുകയും അവരെ യതീംഖാനകളുടെ ഇരുട്ടറകളിൽ അടക്കുകയുമാണ് മുഹമ്മദിൻ്റെ ഈ സൈനബ് കല്യാണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. യതീംഖാനകൾ മഹത്തരവും വൃദ്ധസദനങ്ങൾ മോശവുമാണ് എന്ന സങ്കല്പം തന്നെ ഇസ്ലാമിൻ്റെ ധാർമ്മികതയെക്കുറിച്ചും ഒക്കെയുള്ള വികലമായ ഒരു സങ്കല്പത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറയാനാണ് ഉദ്ദേശം. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രാക്ഷൻ എന്ന രീതിയിൽ പോകാം. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈ പൊക്കിയാൽ മതി, മൈക്കെടുത്താൽ മതി, ചോദ്യം നമുക്ക് അതനുസരിച്ച് കൊടുക്കാം. ആയിക്കോട്ടെ. എൻ്റെ പേര് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് 1600 വർഷം മുന്നേ യുക്തിവാദികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു അവരെ എഴുതിച്ചിരുന്നു. അതൊരു ചോദിക്കാനാണ്. യുക്തിപരമായി ചിന്തിച്ചിരുന്ന ആളുകൾ മുഹമ്മദ് നബിയൊക്കെ ജീവിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. എപ്പിക്യൂറസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ചിന്തകരുണ്ടായിരുന്നു. ദൈവത്തെയൊക്കെ നിഷേധിച്ച ആളുകളുണ്ടായിരുന്നു. മുഹമ്മദിനെ തന്നെ ചോദ്യം ചെയ്ത ആളുകൾ അന്ന് മക്കയിൽ ധാരാളം ഉണ്ടായിരുന്നു. ഒരു ഹദീസിൽ പറയുന്നത് അതാരുണ്ടാക്കി, ഇതാരുണ്ടാക്കി, മറ്റേതാരുണ്ടാക്കി എന്നൊക്കെ ചോദിച്ചിട്ട് ഒടുക്കം അള്ളാൻ ആരുണ്ടാക്കി എന്നാരെങ്കിലും ചോദിച്ചാൽ ഓൻ ചെയ്ത്താനാണ്, അവിടെ വെച്ചിട്ട് ഓനായിട്ടുള്ള വർത്താനം നിർത്തി പോയിക്കോളി എന്ന് പറയുന്ന ഹദീസുണ്ട്. അപ്പോൾ അള്ളാൻ ആരെ ഉണ്ടാക്കിയെന്ന് മുഹമ്മദിനോട് നേരിട്ട് ചോദിച്ച വിദ്വാൻമാരും മക്കയിലുണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അങ്ങനെ ചോദിച്ചാൽ പിന്നെ നിങ്ങൾ തടിയെടുത്തോളി എന്നാണ് നബി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുക. ഇന്നിപ്പോൾ കണ്ടിൻജൻസി മറ്റേത് കുറച്ച് എന്നൊക്കെ പറയാം, എന്തെങ്കിലുമൊക്കെ കിടന്ന് ഉരുള്ളൂ. പക്ഷെ അങ്ങനെ ഉരുളാനുള്ള വിവരം പോലും മുഹമ്മദ് നബിക്ക് അള്ള പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ആ കാലത്തുണ്ട് യുക്തിവാദം, എല്ലാ കാലത്തുണ്ട്. ഇന്ത്യയിൽ ചാർവാകൻ്റെ ഒക്കെ ചരിത്രം നമുക്കറിയാം. ചാർവാകനെ കുറിച്ച് കുരിപ്പുഴ മനോഹരമായ കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയിൽ ചാർവാകൻ്റെ എല്ലാ വിശദാംശങ്ങളും ഉണ്ട്. മനുഷ്യർ എല്ലാ കാലത്തും ഇതിനൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻലൈറ്റൻമെൻറ്റിന് ശേഷം, ശാസ്ത്രം വളർന്നതിന് ശേഷം, മനുഷ്യനിൽ ശാസ്ത്രബോധവും ശാസ്ത്രചിന്തയും വളർന്നതിന് ശേഷമാണ് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ കൃത്യമായിട്ട് മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്, മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതോടുകൂടി മനുഷ്യൻ്റെ യുക്തിചിന്തയിൽ പുതിയ മാറ്റങ്ങളുണ്ടായി. കാരണം അതിനു മുമ്പ് മനുഷ്യർക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം അറിയില്ലായിരുന്നു. ഉത്തരം അറിയാത്ത കാലത്താണ് ഇതുപോലുള്ള കോത്താമ്പി കഥകളൊക്കെ ഉത്തരങ്ങളായിട്ട് വന്നത്. അന്ന് അത് കഥകളെ ചോദ്യം ചെയ്തെങ്കിലും കൃത്യമായ ഉത്തരമെന്ത് എന്ന് പറയാൻ അന്നത്തെ യുക്തിവാദികൾക്കും കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ശാസ്ത്രീയമായ അന്വേഷണ രീതി ഡെവലപ്പ് ചെയ്തതിന് ശേഷം പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളെയും നിരീക്ഷിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് അവിടുന്നൊക്കെ ദൈവങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയത്. ഇപ്പം ഏറ്റവും അവസാനം ഇപ്പോൾ ദൈവത്തിന് ഇരിക്കാനുള്ള ഇടം ബിഗ് ബാങ്ങിൻ്റെ അപ്പുറത്താണ്. ബിഗ് ബാങ്ങിന് ശേഷം എവിടെയും ദൈവത്തിന് കുത്തിരിക്കാൻ ഇടമില്ല ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ബിഗ് ബാങ്ങിൻ്റെ മുമ്പ് അവിടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കിടന്ന് ഉരുളുന്നത്. ഇനിയിപ്പോൾ ബിഗ് ബാങ്ങിൻ്റെ കാരണം നാളെ സയൻസ് കൃത്യമായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ദൈവത്തിന് അവിടുന്ന് പുറകോട്ട് പോകേണ്ടി വരും. ദൈവത്തിന് ഇരിക്കാൻ സ്ഥലം വേണ്ടാത്തത് കൊണ്ടും ദൈവം കാലത്തിന് അതീതമായതുകൊണ്ടും ദൈവം രക്ഷപ്പെട്ടു പോകുന്നതാണ്. കാരണം അങ്ങനത്തെ ഒരാൾ ഉണ്ടായിരിക്കുന്നതും ഇല്ലാതിരിക്കുന്നതും തുല്യമാണ്. ദൈവം എന്ന് പറയുന്നത് 0 ആണെന്ന് അവിടെ തന്നെ തെളിയിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം രക്ഷപ്പെട്ടു പോകുന്നത്. മുമ്പ് കാലത്തും ചിന്തകരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ചരിത്രം. ഒരു ഭൂരിഭാഗം സമയത്ത് 5 നേരം 5 നേരം ഒരു നിസ്കാരം പറഞ്ഞാൽ അതിന് ഒരുപാട് സമയം ചോദിക്കാൻ പോകും. അപ്പോൾ ഈ പോകും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ 9 മണിക്കൂർ ഉറങ്ങുന്നത് ചെയ്യരുത്. പിന്നെ 5 മണിക്കൂർ പ്രിപ്പറേഷൻ വേണം. ഒരു പള്ളിക്ക് പോകണം, അപ്പോൾ ഒരു 5 നേരം നിസ്കരിക്കുന്ന ഒരാൾ
ഇസ്ലാമിലുള്ള ഓരോ ആരാധനകളും ഇപ്പം സക്കാത്ത്, ഹജ്ജ്, നിസ്കാരം, നോമ്പ്, ഇതിനൊക്കെ ആ കാലഘട്ടത്തിൽ മുഹമ്മദിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു. മനുഷ്യരെ ഈ ഒരു മതത്തിനകത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു തമാശ പറയുമ്പോൾ ഒരു വിശ്വാസമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആചാരം വേണ്ടേ? ഇപ്പം നമ്മൾ ഈ ജ്യോത്സ്യന്മാരെ വിളിച്ചാൽ, അതല്ലെങ്കിൽ കുറ്റി അടിക്കാൻ വന്നാൽ, അറ്റ്ലീസ്റ്റ് ഈ കിണറിന് കുറ്റി അടിക്കാൻ വരുമ്പോൾ ഒരു തേങ്ങെങ്കിലും ഉരുട്ടണ്ടേ? 500 രൂപ മേടിക്കുന്നതല്ലേ എന്ന ഒരു യുക്തി മാത്രമാണ് ഇസ്ലാമിൻ്റെ യുക്തി, മീൻസ് നിസ്കാരത്തിൻ്റെ യുക്തി. അതിനും അപ്പുറത്തേക്ക് മുഹമ്മദ് പറയുന്ന മതത്തിൽ ആളുകൾ സൂക്ഷ്മമായിട്ട് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്, അവർ ആ ഒരു കൂട്ടം തെറ്റി പോകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഇങ്ങനെ കുരുക്കിട്ടതും ആവാം. ഇനി നിസ്കാരത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയത്തെക്കുറിച്ച് ഞാൻ അത്ര ഇതല്ല. കാരണം 5 നേരത്തെ നിസ്കാരത്തിനും കൂടിയും ചേർത്ത് പരമാവധി ഇപ്പോൾ ഒന്നുണ്ടാക്കൽ എല്ലാം കൂടെ ചേർത്താലും ഒരു 50 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂർ നമ്മളെ സംബന്ധിച്ച് വാലിഡാണ്. പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് 5 നേരം നിസ്കരിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന സമയം എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമായിട്ട് ഞാൻ അതിൽ ഒരു വലിയ പ്രശ്നമായിട്ട് നിസ്കാരത്തിലെ സമയം അല്ല കാണുന്നത്. അതിനേക്കാളും വലിയ സമയവും അധ്വാനവും സമ്പത്തും അള്ളാഹുവിന് വേണ്ടി ധനവും ജീവനും ത്യജിക്കാൻ അള്ളാഹു പ്രേരിപ്പിക്കുകയാണ്. അതിന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ജീവിതത്തിൽ 24 മണിക്കൂറിലെ 40 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് എന്ന് പറഞ്ഞത് അത് ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്നെ സംബന്ധിച്ച് അതിലേക്ക് ഇവരെ നയിക്കുന്ന മൈൻഡ് സെറ്റ്, ഈ നിസ്കാരത്തിലൂടെ ഇവരെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റും അതിലൂടെ ഓരോ നിസ്കാരത്തിൻ്റെ സമയത്തും ഇവർക്കുണ്ടാവേണ്ടുന്ന ഒരു ഭയഭക്തി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. തഖ്വ എന്ന് പറയും, ഭയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ഭക്തി. ഈ ഭയം അത് നേരിട്ട് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും അല്ലെങ്കിൽ മരണത്തിലേക്കൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ മരണഭയം. അതാണ് ഈ തഖ്വ. അപ്പോൾ ആ തഖ്വ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള കുറേ പ്രതിസന്ധികളുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഈ നിസ്കാരത്തിന് ചെലവഴിക്കുന്ന സമയത്തേക്കാളും മനുഷ്യരെ ബാധിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മാഷ്, നിസ്കാരത്തിനുള്ള സമയം മാത്രമല്ല, അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ ഒരു മതവിശ്വാസിയുടെ ജീവിതം മൊത്തം വേസ്റ്റാണ്. അത് എപ്പോഴാണ് മനസ്സിലാവുകയെന്ന് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും ഒരു പ്രായത്തിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് വിശ്വാസിയായിരുന്നപ്പോൾ നമ്മൾ എത്രമാത്രം വേസ്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവുക. സമയവും സമ്പത്തും മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാവിധ ആഹ്ലാദങ്ങളും ആനന്ദങ്ങളും ഒക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കുരുന്നു പ്രായത്തിൽ സന്തോഷത്തോടെ ഓടിച്ചാടി കളിച്ച് നടക്കേണ്ട കുഞ്ഞുങ്ങളെ ഇൻടോക്സിക്കേഷൻ, ഈ കുത്തിവെപ്പിലൂടെ ഭീകരമായ ഭയം കുത്തിവെച്ചുകൊണ്ട് മനോരോഗികളാക്കുക എന്ന അങ്ങേയറ്റം നികൃഷ്ടമായ ഒരു പ്രവൃത്തി കൂടി മതങ്ങൾ ചെയ്യുന്നുണ്ട്. വേസ്റ്റിനെ കുറിച്ച് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ബോധ്യപ്പെടും. നമ്മുടെ നാട്ടിലെ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടായി തുടങ്ങിയ ഒരു കാലമുണ്ട്. ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ഓലപ്പുരകളും പുല്ലുമേഞ്ഞ പുരകളും ചെറ്റക്കുടിലുകളുമാണ് എന്നുള്ളത്. ഇന്നത്തെ പോലെ നല്ല വീടുകളില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ കഥയാണ് ഞാൻ പറയുന്നത്. പക്ഷെ കോൺക്രീറ്റിൻ്റെ സൗധങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു തുടങ്ങിയത് പള്ളികളുടെ രൂപത്തിലാണ്. ഈ കേരളത്തിൽ പള്ളികൾക്ക് ആകാശം മുട്ടുന്ന മിനാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ച കോൺക്രീറ്റിൻ്റെ പണം ഉണ്ടായിരുന്നെങ്കിൽ, അതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇന്നും എത്ര പള്ളികളാണ് അനാവശ്യമായിട്ട് ഇവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങളായിട്ട് പടുത്തുയർത്തിയിട്ടുള്ളത്. അതുപോലെ കുറേ പേർക്ക് തൊഴിലുണ്ട് എന്ന ഒരൊറ്റ ലാഭം മാത്രമാണ് ഈ പള്ളി, മദ്രസ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ആ തൊഴിലും വേസ്റ്റാണ്, ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് വേസ്റ്റാണ്, ഇതിനു വേണ്ടി മനുഷ്യർ ചെലവഴിക്കുന്ന സമയവും വേസ്റ്റാണ്, ജീവിതത്തിൻ്റെ എല്ലാം വേസ്റ്റാക്കുന്നു എന്നതാണ് ഈ മതം ചെയ്യുന്ന ദ്രോഹം. അതിന് മതം പറയുന്ന ന്യായം, ഇവിടെ ജീവിക്കാൻ വേണ്ടിയല്ല നിങ്ങളവിടെ ജനിപ്പിച്ചിട്ടുള്ളത്, ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ച് നിങ്ങൾ കുറേ ത്യാഗം ചെയ്ത്, നിങ്ങൾ കുറേ ആത്മത്യാഗമൊക്കെ ചെയ്തിട്ട് സഹിച്ച് അങ്ങ് ജീവിതം തള്ളി നീക്കിയാൽ നിങ്ങൾക്ക് പരലോകത്ത് ബാർ അറ്റാച്ച്ഡ് വേശ്യാലയം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ഈ ഒരു വൃത്തികെട്ട കഥയിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരെ, അവരുടെ ജീവിതം, അവരുടെ എല്ലാം വേസ്റ്റാക്കുകയാണ്. അവിടെ നിസ്കാരമൊക്കെ വളരെ നിസ്സാരമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി, ഇതൊക്കെ പറയുമ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം
ഒരു വിശ്വാസിക്ക് ആത്യന്തികമായിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും കിട്ടാതിരിക്കുന്നത് സമാധാനമാണ്. ചിന്താപരമായി ഒരു വിശ്വാസി സദാ അസമാധാനത്തിലാണ്, ആശങ്കയിലാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ വിശ്വാസിയായിരുന്ന സമയത്ത് നിസ്കാരമൊക്കെ പഠിച്ച് നിസ്കാരമൊക്കെ തുടങ്ങിയ ഒരു 9-10 വയസ്സിലൊക്കെ കേൾക്കുന്ന ഒരു വയലിൽ ഒരു ഉസ്താദ്, നമ്മളൊക്കെ നിസ്കാരം പഠിച്ചു തുടങ്ങി 7 വയസ്സ് നിസ്കാരം പ്രാക്ടീസ് ചെയ്ത് 10 വയസ്സിനോട്ട് അടുക്കുകയാണ്. അടുത്ത കൊല്ലം മുതൽ അടി നിസ്കരിച്ചില്ലെങ്കിൽ അടി കിട്ടുന്ന പ്രായമാണ്. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ തഖ്വ ഉണ്ടാവാൻ വേണ്ടി നിസ്കാരത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ആത്മാർത്ഥത ഉള്ളവരുടെ പ്രശ്നമാണ് കേട്ടോ, അല്ലാത്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം നിസ്കാരത്തെക്കുറിച്ചൊരു മൗലവി വയൽ പറഞ്ഞു കേട്ടിട്ട് ഞാൻ ഒരുപാട് കാലം ആലോചിച്ച് നടന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ നിസ്കാരത്തിലെ ഒരു റക്അത്ത് പറഞ്ഞാൽ ഒരു വഖത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമയം 5 നേരം എന്നുള്ള 5 വഖത്ത്, അതിലൊരു റക്അത്ത് എന്ന് പറഞ്ഞാൽ തക്ബീർ തുടങ്ങി കുമ്പിട്ട് സുജൂദ് കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നത് വരെയുള്ളതാണ് ഒരു റക്അത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു റക്അത്തിന് എത്രയോ 1000 മസ്അല ഉണ്ട് നമ്മൾ. അതായത് ആ നിസ്കാരം പൂർണ്ണമായ അർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു പരിഗണിക്കുന്ന, നമ്മൾ ഈ ഉത്തരക്കടലാസ് പരീക്ഷ പേപ്പർ മാർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഇതുണ്ടാവില്ലേ, നിബന്ധന, മസ്അല 9000 മസ്അല എൻ്റെ ഓർമ്മയിൽ കേട്ടോ. ഇത്രയും മസ്അലകൾ പൂർത്തീകരിക്കുമ്പോഴാണ് ഒരു വഖത്ത് നിസ്കാരം സമ്പൂർണ്ണമാകുന്നത് എന്നാണ്. അപ്പം ഇതിൽ എത്ര നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നിസ്കാരം കഴിയുമ്പോൾ തന്നെ അസ്തഗ്ഫിറുല്ലാഹി കൊളമന. എന്ത് സൽപ്രവൃത്തി ചെയ്തിട്ടും തിരിഞ്ഞ് ഇരിക്കുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് അസ്തഗ്ഫിറുല്ലാഹി അലീം, അസ്തഗ്ഫിറുല്ലാഹി ചെയ്ത നന്മയിൽ വല്ല കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹ് പുറത്തു തരണേ എന്നാണ് ഈ പറയുന്നതിന് അർത്ഥം. എന്ന് പറഞ്ഞാൽ നന്മയിലായി ജീവിക്കുമ്പോൾ പോലും അത് അള്ളാഹു സ്വീകരിക്കും എന്ന് ഒരുറപ്പില്ലാത്തവൻ്റെ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ. അത് ചിന്താപരമായിട്ട് സമാധാനം എന്നൊരു സാധനം ഒരു കാലത്തും ഒരു യഥാർത്ഥ വിശ്വാസി അനുഭവിക്കുന്നേയില്ല. കപടവിശ്വാസികൾക്ക് നല്ല സമാധാനമായിരിക്കും. ഒരു 40 ലക്ഷത്തിൻ്റെ 50 ലക്ഷത്തിന് 5 കോടി 10 കോടിയുടെ പള്ളി പണിത് വലിയ കച്ചവടം നടത്തിയ ഒരു സുഖമായിട്ട് ജീവിക്കും. ഒരു കാരണം ഇത് രണ്ടും അറിയാം. ഒരു 5 സെൻറ്റി 2 മില്ലിമീറ്റർ മുടി വളർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കാൻ അവർക്കൊരു ലജ്ജയില്ലാത്തതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇതിലൊക്കെ നല്ല സമാധാനമുണ്ട്. കാരണം ഇതൊക്കെ പുകയാണെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ്. പക്ഷേ യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് ആശങ്കയാണ്. മതം വിട്ടവരോട് ഞാൻ പല ആൾക്കാരോട് ചോദിക്കും, മതം ഉപേക്ഷിച്ചപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ എന്താണ് കിട്ടിയത്? എല്ലാവരും പറഞ്ഞ ഒറ്റ സാധനം, നല്ല മനസ്സമാധാനമുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിലാകെ ഇല്ലാതിരിക്കുന്നത് മനസ്സമാധാനമായിരിക്കും. ഇസ്ലാമിൻ്റെ പേരിൽ മാത്രമേ സമാധാനമുള്ളൂ. വിശ്വാസികൾ ആരെങ്കിലും ചോദിച്ചാൽ നന്നായിരുന്നു. ഇനി വിശ്വാസികൾ ആരും ഇല്ലെങ്കിൽ നമ്മളെ രാഹുൽ ഈശ്വർ ചർച്ചയ്ക്ക് വരുന്ന മാതിരി നിങ്ങൾ തൽക്കാലം വിശ്വാസി പക്ഷത്തേക്ക് മാറിയിട്ടെങ്കിലും വല്ലതൊക്കെ ചോദിച്ചാൽ നമുക്ക് സജീവമാക്കാം. ഞാൻ ഏകദേശം 13 വയസ്സായതുകൊണ്ട് എത്തിക്കുക തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ച് ഇവിടുത്തെ കൂടി വന്നു. അത് അറിവ് കുറവാണ്. എനിക്ക് സംശയമാണ് സംസാരിക്കുമ്പോൾ അവസാന ഭാഗത്ത് നല്ല ആളുകളെ ദൈവവിശ്വാസമാണ്, ദൈവവിശ്വാസമാണ്. നല്ല ആളുകളെ ദൈവത്തെ കൊണ്ടുപോയിട്ട് അവിശ്വാസികളെ നിഷ്പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ നിലനിർത്തുന്നു എന്ന് ഒരു ധാരണമാണ് ഒരു ആയത്തും ഹദീസും കൊണ്ടുള്ള സാറിൻ്റെ സംസാരത്തിന് വ്യക്തമാണ്. അപ്പോൾ എനിക്കറിയാതെ ആ ആയത്തെ ഏതാണെന്ന് അത് എത്ര സുഖത്തിലാണ് വ്യക്തമാണെന്ന് നമ്മളില്ല ആയത്താണെന്ന് എനിക്കറിയാം. ഞാൻ കുറച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ പറഞ്ഞത് ഇപ്പോൾ മുസ്ലിം 1920 മാഷ് പറയും. ഞാൻ പറഞ്ഞത് ആ കാര്യത്തിൽ ഈ നമ്മുടെ നാട്ടിലുള്ള ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും, നല്ലവരെ ദൈവം നേരത്തെ വിളിക്കും എന്ന് പറയുന്ന പഴഞ്ചൊല്ലുമായിട്ട് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. മാഷ് ഇവിടെ പറഞ്ഞത് ഒരു ഹദീസാണ്. ആ ഹദീസ് സഹീഹ് മുസ്ലിമിലോ ബുഖാരിയിലോ ഉള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. മുസ്ലിം മാഷ് പറയും അതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ, നന്മ മാത്രം ചെയ്യുന്നൊരു ജനത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജനതയെ നശിപ്പിച്ച് അവിടെ തിന്മ ചെയ്യുന്ന ഒരു ജനതയെ അള്ളാഹു പകരം സ്ഥാപിക്കും എന്ന് ഹദീസിലുണ്ട്. ആ ഹദീസിനെ കുറിച്ച് മാഷ് പറഞ്ഞു.
ഹദീസ് സഹീഹ് മുസ്ലിമിലെ 1922 പാപം പൊറുക്കൽ എന്നുള്ള ഒരു ബാബിൽ ഒരു തലക്കെട്ടിൽ വരുന്ന ഹദീസുകളിലാണ് അത് വരുന്നത്. 1922 നമ്പർ മുസ്ലിമിലുള്ള ഹദീസാണത്, ഇപ്പോൾ ഈ പറഞ്ഞ ഹദീസ്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ ആയത്ത് ഇബ്ലീസും കൂട്ടരും നെഞ്ചത്തടിച്ച് നിലവിളിച്ചു എന്ന് പറയുന്ന ആയത്താണോ? ആ ഒരു ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള, ബാക്കിയെല്ലാം ഹദീസാണ് പറഞ്ഞത്. ആ ആയത്താണെങ്കിൽ അത് ആലു ഇമ്രാൻ 3-ാം അധ്യായത്തിലെ 135, 136 ആയത്തുകളാണ്. അതിറങ്ങിയപ്പോഴാണ് ഇബ്ലീസ് നിലവിളിച്ചത്. കാരണം എല്ലാ തിന്മയും അള്ള പുറത്തു വരും, പൊറുക്കാൻ അള്ള അല്ലാതെ വേറെ ആരാ ഉള്ളത് നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോഴാണ് ഇബ്ലീസ് കരച്ചിൽ വന്നത്. പണി കല്ലെത്താവുകയാണ്. ഏകദൈവം പറയുന്നു എന്ന് പറയുന്ന ഒരു വിദ്യാലയത്തിൽ, ആ വിദ്യാലയത്തിൻ്റെ പേര് ഹ്യൂമാനിസ്റ്റാണ്. 4 വർഷം പോയി. അപ്പം നിങ്ങളൊക്കെ ഏകദൈവം സ്പോൺസർ ചെയ്തത് സ്വർണ്ണക്കാരും സുന്ദരികളായ സ്ത്രീകളും പാലെടുക്കുന്ന നദിയിൽ തന്നെയായിരുന്നു. പിന്നെ പൊതുവായ ചിന്തയിലേക്ക് വന്നപ്പോഴാണ് ഇപ്പോഴത്തെ ഏകദൈവത്തിൻ്റെ തലയിൽ കിട്ടുന്നത് പച്ച ഒന്നേനുള്ള മനസ്സിലാക്കുന്നത്. പിന്നീട് ഖുർആൻ വായിക്കാൻ തുടങ്ങി. അതിലും ഏകദൈവമാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ഏത് മതഗ്രന്ഥമാണെങ്കിലും ഏകദൈവം പറയുന്നു എന്ന് പറയുന്ന മതവും മതഗ്രന്ഥങ്ങളും നിരോധിക്കാൻ ഒരു നിയമം കൊണ്ടുവരേണ്ടതല്ലേ? നമുക്കിഷ്ടമല്ലാത്തതൊക്കെ നിരോധിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ ശരിയായിട്ടുള്ളൊരു രീതിയല്ലല്ലോ. ഇപ്പോൾ ഒരു ദൈവവിശ്വാസം നിരോധിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മളെ നിരോധിക്കാനാ സാധ്യത. ദൈവവിശ്വാസം നിരോധിക്കാൻ പറ്റുമോ? ദൈവവിശ്വാസം നിരോധിക്കാൻ പറ്റാത്തടത്ത് ഏകദൈവവും ബഹുദൈവ വിശ്വാസവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും തമ്മിൽ വ്യത്യാസമുള്ളത് ദൈവവിശ്വാസികൾക്ക് മാത്രമാണല്ലോ. ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഒരാൾ ഒരു ദൈവത്തെ വിശ്വസിച്ചാലും 10 ദൈവത്തെ വിശ്വസിച്ചാലും സമമാണ്. നിരോധനം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രക്രിയയാണല്ലോ. ഇപ്പോൾ ഒരു ഭൗതിക നിയമവുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ ഒരു കാര്യം നിരോധിക്കുക എന്ന് പറയുന്നത് പൊതു സാമൂഹിക രാഷ്ട്രീയ സംവിധാനത്തിന് അല്ലെങ്കിൽ പൊതുജന ആരോഗ്യത്തിന് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ജീവിത സമാധാനത്തിനൊക്കെ വിഘാതമായി നിൽക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന കാര്യങ്ങൾക്കാണ് രാഷ്ട്രീയമായിട്ടുള്ള നിരോധനം സാധ്യമാവുക. ഇപ്പം മദ്യം നമുക്ക് നിരോധിക്കാൻ പറ്റും. അത് പ്രാക്ടിക്കലാണോ അല്ലെന്നുള്ള വേറെ വിഷയം. മദ്യത്തെക്കുറിച്ച് അതൊരു വസ്തുവാണ്, നമുക്ക് നിരോധിക്കാം. മറ്റതൊരു ചിന്തയാണ്. ആളുകളുടെ ചിന്തകളെ നമുക്ക് നിരോധിക്കാൻ കഴിയില്ല എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ചോദിച്ചു. ദൈവവിശ്വാസം നിരോധിച്ച ഒരു രാജ്യം ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും, അൽബേനിയ. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ആ രാജ്യത്തെ ഭരണാധികാരി അവിടെ എല്ലാ പള്ളികളും അടച്ചു പൂട്ടി ദൈവമുണ്ട് എന്ന് പറയുന്നവരൊക്കെ പിടിച്ചകത്തിട്ടിരുന്നു. ഇസ്ലാം മതം നിരോധിച്ച ഒരു രാജ്യമുണ്ട്, തുർക്കി. മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് അത്താതുർക്ക് ഭരണത്തിൽ വന്നിട്ട് ഇസ്ലാം മതം നിരോധിച്ച്. പക്ഷെ ആ 2 രാജ്യവും ഇന്ന് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം നിരോധനം കൊണ്ടൊന്നും മതം ഇല്ലാതാക്കാൻ പറ്റില്ല. അതിനുള്ള പണി മനുഷ്യൻ്റെ തലച്ചോറിനകത്ത് എടുക്കണം. അത് അത്ര എളുപ്പമല്ല, വളരെ സങ്കീർണമാണ്. ഇതുപോലുള്ള നിരന്തരമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ, ചിന്താ പ്രവർത്തനങ്ങളിലൂടെയും ഓരോ തലമുറകൾ മാറി വരുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ട് മാറി വരേണ്ട ഒന്നാണ്. പെട്ടെന്ന് നിരോധനത്തിലൂടെ ഒന്നും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിൻ്റെ റൂട്ട് അത്രയും മനഃശാസ്ത്രപരമായി ആഴത്തിൽ ഉള്ള ഒരു സാധനമാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ എൻ്റെ മുജീബ് റഹ്മാൻ, കോഴിക്കോട്. റഹ്മാനിപ്പോൾ കൂടുതൽ ഭംഗിക്കുള്ളൂ, പേര് മുജീബിനാണ്. ചോദ്യം, ഞാൻ മക്കൾക്ക് അതിനകത്ത് 16 വർഷം ജോലി ചെയ്തതാണ്. എൻ്റെ ചോദ്യത്തിലൊക്കെ പറയണം. 15 വയസ്സ് സ്കൂൾ കഴിഞ്ഞ സമയത്ത് തന്നെ വാപ്പ ഒന്ന് പഠിക്കുന്ന ദർശനം കിട്ടിയത്. അവർ 4 വർഷം 5 വർഷം അവിടെയാണ് അത് കഴിഞ്ഞ് ദർശനം കിട്ടും. അതെനിക്കുണ്ടായ ഒരു 3 ചോദ്യത്തിൽ ഒരു ചോദ്യം ഞാൻ പഠിക്കുകയാണ്. അഷ്ടാമോട് ചോദിച്ചിരിക്കും. ഇപ്പം ധാർമ്മികതയും ഈ തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ആദ്യം ഒന്നാമതായി ഇസ്ലാം പ്രത്യേകിച്ച് പറയുന്നത് ആദ്യമായി മണ്ണ് വഹിച്ച് സൃഷ്ടിച്ചത് ആദമിനെയാണ്. അങ്ങനെയാണ് ആദമിനെ സൃഷ്ടിച്ചത്. അപ്പോൾ ഒരു ഇളം വേണമെന്ന് തോന്നുന്നത് ഭാര്യയിൽ കൊണ്ടിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചതെന്നാണ് കാര്യം. അപ്പോൾ അവർക്കുണ്ടായിരുന്ന 2 മക്കളാണ് ഹാബീൽ
പിന്നെ മക്കളുടെ മകൾക്ക് ജോലിയില്ല, അവിടെ ജോലി. ഇത് ഭയങ്കര തമാശ. അള്ളാഹിൻ്റെ ഒരു വിവരക്കേട് കൊണ്ട് മുസ്ലിങ്ങൾ എത്തിപ്പെട്ടുന്ന ഒരു അവസ്ഥയാണ് കേട്ടത്. അള്ളാഹ്ക്ക് ബോധമില്ലാത്തതുകൊണ്ട്. നമ്മളോട് ചോദിച്ചാൽ ആ, കാരണം അള്ളാഹു 60 മുഴം നീളത്തിൽ ആദമിനെ ഉണ്ടാക്കി വെച്ചു എന്നാണ് കഥ. അത് മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. 30 മുഴത്തിൻ്റെ 2 എണ്ണാണെങ്കിൽ ഈ ഫിത്തിനൊന്നും ഉണ്ടാവില്ലായിരുന്നു. 2 ഓരോ വാരിയലിൽ ഊരി അതിന് ഓരോ ഇണ ഉണ്ടാക്കി കൊടുത്ത അള്ളാഹ്ക്ക് കഴിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. ജിബിരിയിൽ എന്തായാലും മണ്ണെടുക്കാൻ പോന്നപ്പോൾ വേണമെങ്കിൽ വെറുതെ ഇസ്രാഫീൽ അവിടെ വെറുതെ ഇരിക്കുകയാണ്. ഖിയാമത്ത് നാളിൽ ഊതുന്ന വരെ കാത്തിരിക്കണം. ഇസ്രാഫീലിനെയും കൂട്ടി 2 ചാക്കിൽ കൊണ്ടുപോയെങ്കിൽ ഇപ്പം 60 മുഴം വേണമെങ്കിൽ 260 ഉണ്ടാക്കാം. അല്ല 30 മുഴം മതിയെങ്കിൽ ആ മണ്ണുകൊണ്ട് തന്നെ 2 എണ്ണം ഉണ്ടാക്കി അതിൽ നിന്ന് ഓരോ ഇണകളിൽ സൃഷ്ടിച്ചു കൊടുത്ത് അവരെ കല്യാണം കഴിപ്പിച്ച് അങ്ങനെ വിട്ടെങ്കിൽ ഇന്ന് വിശ്വാസികൾ എത്തി നിൽക്കുന്ന ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഇദ്ദേഹം ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് ഉത്തരം പറയാത്തത് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു അറിവുള്ളതുകൊണ്ടാണ്. കാരണം ഇന്ന് ആ ധാർമ്മികത പറയാൻ പറ്റില്ല. പക്ഷെ മതത്തിൽ ഇതിനൊക്കെ ഉത്തരമുണ്ട്. മതത്തിൽ ഇപ്പം നമ്മൾ പറയുന്ന അമ്മ പെങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഉമ്മ പ്രസവിച്ചു എന്നതുകൊണ്ട് നമ്മളുടെ പെങ്ങളാവും എന്നാണ് നമ്മളെ കാഴ്ചപ്പാട്. സഹ ഉദരൻ, സഹ ഉദരി. പക്ഷെ അന്ന് എങ്ങനെയാ വെച്ചാൽ ഒറ്റ പ്രസവത്തിൽ, അതായത് ഇരട്ടകളായിട്ട് വരുന്നത് മാത്രമാണ് സഹോദരൻ സഹോദരൻ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അതാ ശരിക്കും അറിയില്ലെങ്കിൽ നമ്മൾ അലിയാർ കാസിമിയും തന്നെ കഥ പറഞ്ഞിട്ടുണ്ട്. ആബിയിലും ഒരു പെൺകുട്ടിയും, ഇതാണ് ആദ്യത്തെ പ്രസവത്തിലുള്ള മക്കൾ. പിന്നെ കാബിയിലും ഒരു പെൺകുട്ടി, ഇരട്ടകളാണ് ഇവർ 2 പ്രസവത്തിൽ. അപ്പോൾ ആ ഒരു പ്രസവത്തിൽ ജനിക്കുന്ന ഇരട്ടകൾ മാത്രമാണ് പരസ്പര സഹോദരി സഹോദരന്മാർ. പിന്നെ ജനിക്കുന്നത് വേറെ. അപ്പം ആബീലിന് കാബീലിന് കൂടെ ജനിച്ച പെൺകുട്ടി സഹോദരി അല്ല. ടെക്നിക്ക് മനസ്സിലായില്ലേ? കാബീലിന് ആബീലിന് കൂടെ ജനിച്ച ഇരട്ടയും സഹോദരിയല്ല. ഇവർ തമ്മിൽ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു എന്നാണ് കഥ. പക്ഷെ അതിലെ പ്രശ്നം എന്താ വെച്ചാൽ ആബീലിൻ്റെ കൂടെയാണോ കാബീലിൻ്റെ കൂടെയാണോ ജനിച്ച പെൺകുട്ടി കുറച്ച് സുന്ദരിയായിരുന്നു. ഇവർ തമ്മിൽ തർക്കമായി. ഈ സുന്ദരിനെ തന്നെ ഇവർക്ക് 2 വേണം. ആബീലിനും കാബീലിനും ഒറ്റ പെങ്ങൾ മതി. ഈ ഫിത്തനയാണ് പിന്നീട് വളർന്നതെന്നും കൊലപാതകത്തിൽ കലാശിച്ചതെന്നും കഥയുണ്ട്. അപ്പോൾ ഈ ന്യായം പറയുന്ന ചില മഹാന്മാർ നമ്മുടെ നാട്ടിലെ കുട്ടി താഴി കൂട്ടങ്ങളിൽ ഒരാളോട് ഞാൻ ചോദിച്ചു, ഈ ജാതി വിവരക്കേട് അള്ളാഹ് കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പം ഇസ്ലാമിലെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു അധാർമിക ലൈംഗിക ക്രമത്തിലാണ് മനുഷ്യകുലം തന്നെ അള്ളാഹ് ഉണ്ടാക്കിയിട്ടത്. പിന്നെ ഇവിടെ വരുന്നിട്ട് അധാർമികത എന്ന് പറയാൻ. അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് ലൈംഗിക സദാചാരത്തെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ പറയാൻ മതപരമായ അവകാശമില്ല, മാതൃകാപരമായ അവകാശമില്ല. കിതാബ് അനുസരിച്ച് അള്ളാഹ്ക്ക് അവകാശമില്ല, മാതൃക അനുസരിച്ച് മുഹമ്മദ് നബിക്ക് തീരെയില്ല. അപ്പം ഇങ്ങനെ ഒരു കഥ അതിൻ്റെ പിന്നിലുണ്ട്. അന്നത്തെ പെങ്ങൾ ആങ്ങള സങ്കല്പം അങ്ങനെയായിരുന്നു. പിന്നീട് അതിനെ അള്ളാഹു പരിഷ്കരിച്ചതിലാണ് ഒരു ഉമ്മാക്ക് ജനിച്ച എല്ലാവരും സഹോദരിമാരാവുന്നതെന്നാണ് കഥ. എല്ലാത്തിനും നമ്മളത്തെ സൊല്യൂഷൻ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ പറയണ്ട? ഈ ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ വരുന്നത് വിശ്വാസികൾ. പക്ഷെ നമുക്കൊക്കെ സ്വീകാര്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ വിവാഹ നിയമം, സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന നിയമം നിങ്ങൾ നോക്കൂ. അതിനകത്ത് മതവിശ്വാസികൾ ചെയ്യുന്ന ഇൻസെസ്റ്റ് പോലും നിയമവിരുദ്ധമാണ്. മതവിശ്വാസികൾക്ക് ഹലാലായ ഇൻസെസ്റ്റ് പോലും സ്പെഷ്യൽ മാരേജ് എന്ന നമ്മുടെ നിയമത്തിൽ ഹറാമാണ്. മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് ചെന്നാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് തരില്ല. കാരണം അതിൻ്റെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് മുറപ്പെണ്ണ് അമ്മായിൻ്റെ മകള്, അമ്മാവൻ്റെ മകള്, അമ്മാവൻ്റെ മകന്, അങ്ങനെയുള്ള ബന്ധങ്ങളെ ഇൻസെസ്റ്റ് ബന്ധമായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് കാരണം ശാസ്ത്രീയമായ മനുഷ്യൻ്റെ അറിവാണ്. ശാസ്ത്രീയമായ അറിവനുസരിച്ച് ഇങ്ങനെയുള്ള രക്തബന്ധുക്കൾ തമ്മിൽ വിവാഹം ചെയ്താൽ അവരിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പാരമ്പര്യമായ വൈകല്യങ്ങളും രോഗങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു സമൂഹം ഉണ്ടാവണമെങ്കിൽ രക്തബന്ധം തീരെ ഇല്ലാത്ത ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കണം എന്നാണ് ശാസ്ത്രീയമായ അറിവ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള യുക്തിവാദികളുടെ വിവാഹ നിയമത്തിൽ മുറപ്പെണ്ണും മുറച്ചെറുക്കനും തമ്മിലുള്ള വിവാഹം പോലും നിഷിദ്ധമാണ്. പക്ഷേ അള്ളാഹുവിനെ പോലുള്ള പഠിച്ചവന്മാർക്ക് ഈ വക യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ നിയമങ്ങളിൽ സഹോദരിമാർ പരസ്പരം, രക്തബന്ധുക്കൾ പരസ്പരം ഒക്കെ കല്യാണം കഴിക്കുന്നുണ്ട്. അതിലൊന്നും അവിടെ ഒരു കുഴപ്പമില്ല. സ്വന്തം മകളെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഹദീസുണ്ട്. ആ മകളുണ്ടായപ്പോൾ ലീഗലായിട്ട് നിക്കാഹ് നടത്തിയിട്ടില്ല എന്ന ഒറ്റ ഉപാധി മതി.
ഇപ്പം നിങ്ങൾ പ്രണയത്തിലായിരിക്കുമ്പോൾ പ്രേമിച്ചിട്ട് ഒരു പെണ്ണിന് ഒരു കുട്ടീനെ ഒരു ഗർഭിണിയായി പ്രസവിച്ചു വിചാരിക്കാം. ആ പെൺകുട്ടി പിന്നീട് വളർന്നു വരുമ്പോൾ ആ പെൺകുട്ടിയെ ഈ അച്ഛന് കല്യാണം കഴിക്കാമെന്ന് ഇസ്ലാമിക നിയമമുണ്ട്. സ്വന്തം രക്തത്തിൽ പിറന്ന സ്വന്തം മകളെ അച്ഛന് വിവാഹം കഴിക്കാം എന്ന വൃത്തികേട് എഴുതി വെച്ച മതത്തിൻ്റെ പേരാണ് ഇസ്ലാം. എന്നിട്ട് ഇവരാണ് നമ്മളോട് അമ്മ പെങ്ങൾ ഭോഗവും പറഞ്ഞിട്ട് വരുന്നത്. മാഷ് പറഞ്ഞത് ഫത്വൽ മുഈനിൽ ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് മകളെ കല്യാണം കഴിക്കാൻ തന്നെ ഞാൻ തോന്നുന്നു അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലീഗലായിട്ട് മാരീഡ് അല്ലാത്ത ഇസ്ലാമിക വീക്ഷണം അനുസരിച്ച് ലീഗൽ മാരേജിന് മുൻപ് ജനിച്ച പെൺകുട്ടീനെ സ്വന്തം വാപ്പാക്ക് മകളാണെന്ന് അറിഞ്ഞാലും കല്യാണം കഴിക്കാം. അതിന് കാരണം മകൾ എന്ന ആ ഒരു പദവി അവിടെ ഇല്ല. എന്തുകൊണ്ട്? അവർ ലീഗലി മാരീഡ് അല്ലാത്തത് കൊണ്ടെന്നാണ് ഞാൻ പറയണത്. ഇതേതോ മൂസാമ്പർ കാലത്തെ പൊട്ടക്കഥയല്ല. എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ കല്യാണം കഴിച്ച വാപ്പാനെയും മകളെയും എനിക്കറിയാം. നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ വ്യക്തികളെ നമ്മളിതിനകത്ത് വലിച്ചേക്കാൻ സാധിക്കാത്തത് കൊണ്ട്, അതിന് നമ്മുടെ ധാർമ്മികത അനുവദിക്കാത്തത് കൊണ്ട് മാത്രം അത് നമ്മൾ ആ കല്യാണം നടത്തി കൊടുത്തത് പള്ളിയിലെ കാളിയാണ്. അവർ താമസിക്കുന്ന ആ കാലഘട്ടത്തിലെ പള്ളിയിലെ കാളിയാണ് ഈ ഹുക്കം അറിഞ്ഞിട്ട് ബന്ധറിഞ്ഞിട്ട് നിക്കായത്. അപ്പോൾ അത്തരം സാധ്യതകളുണ്ട്. അതുമാത്രമല്ല, ഇസ്ലാമിൻ്റെ ധാർമ്മിക ചിന്ത വിശാലമാണ്. പട്ടിയും മനുഷ്യനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടി ജനിച്ചാൽ ആ കുട്ടീനെ ഇമാമ് നിർത്താൻ പറ്റുമോ, അയാൾ ഒന്നുണ്ടാക്കിയാൽ അത് നജസാണോ എന്ന് വരെയുള്ള താത്വികമായിട്ടുള്ള ചിന്തകൾ ഇസ്ലാമിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇസ്ലാമിൻ്റെ ധാർമ്മികത വളരെ വിശാലമാണ്. അതിലേക്കൊന്നും നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ലൈംഗിക സദാചാരവും ധാർമ്മികതയും യുക്തിവാദികളുടെ സ്വതന്ത്ര ചിന്തകരുടെ ധാർമ്മിക ബോധത്തോട് മാറ്റുരക്കാൻ കെൽപ്പുള്ള ഒരു ഉസ്താദ് ഇന്ന് കേരളത്തിൽ ഉണ്ടെങ്കിൽ അയാൾ ഇതുപോലെ ഒരു സ്റ്റേജിലേക്ക് വരണം എന്ന് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻസെസ്റ്റിൽ ഇവർ പറയുന്നൊരു വാദം നമ്മൾ തൽക്കാലം ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സാധനം ഉണ്ട്, പറയുന്നില്ല. ആ ഉസ്താദിനോട് നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറയുന്ന ഇൻസെസ്റ്റിൻ്റെ പരിധി നമ്മൾ വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അറിവ്, ബോധം, നമ്മുടെ മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻസെസ്റ്റിൻ്റെ പരിധി, ഇസ്ലാമിൻ്റെ ഇൻസെസ്റ്റിൻ്റെ പരിധിയിൽ 2 അപ്ഡേഷൻസ് ആണുള്ളത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ പ്രസവത്തിലുള്ള ഒരു മാത്രം ആങ്ങളെയും പെങ്ങളും എന്നുള്ളത് മാറി മുഹമ്മദ് നബിൻ്റെ കാലമായപ്പോഴത്തേക്കും ഒരു ഉമ്മാക്ക് ജനിച്ചവരും വാപ്പാക്ക് വേറെ സ്ത്രീയിൽ ജനിച്ചവരൊക്കെ സഹോദരി ബന്ധത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ബൈബിൾ കഥയിൽ നിന്ന് കോപ്പി അടിച്ചപ്പോൾ മുഹമ്മദ് നബിക്ക് അയ്യേ എന്ന് തോന്നിയിട്ട് ഒഴിവാക്കിയൊരു കഥയുണ്ട് ബൈബിളിൽ. അത് ആ കഥ ഏതാണെന്നറിയോ? ലോത്തിൻ്റെ കഥ. ലൂത്ത് നബി എന്ന് നമ്മൾ പറയും. ഈ ലൂത്ത് നബിയുടെ കഥയിൽ ഇവരുടെ പെൺമക്കൾ വാപ്പാക്ക് മീൻസ് ഈ ലൂത്തിന് മദ്യം കൊടുത്ത് പിതാവിൽ നിന്ന് ഗർഭം ധരിച്ച ഒരു സംഭവം ബൈബിൾ കഥയിലുണ്ട്. മുഹമ്മദ് നബിൻ്റെ കാലമായപ്പോഴത്തേക്ക് അതൊക്കെ ഒരു ഇച്ചിരി മോശമായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കാലമായപ്പോഴത്തേക്ക് എളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ മക്കൾ, ഉമ്മാൻ്റെ അനിയത്തി, ജ്യേഷ്ഠത്തിൻ്റെ അനിയത്തിൻ്റെ മക്കൾ തമ്മിലുള്ള കല്യാണം ഇപ്പം നമുക്കൊരു മോശമാണ്. നമ്മളതിനെ ഇൻസെസ്റ്റിൻ്റെ പരിധിയിലാണ് പരിഗണിക്കുന്നത്. നിയമങ്ങളും അങ്ങനെയാണ്. പക്ഷേ ഇസ്ലാമിൽ നോക്കൂ, ഇസ്ലാമിൽ അതൊക്കെ ഹലാലാണ്. മുഹമ്മദ് നബിയുടെ കാലത്ത് അന്ന് അബൂ താലിബിൻ്റെ മകളെ കല്യാണം ആലോചിച്ചത് അന്നത്തെ കാലത്ത് അറിവുകേടാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ മമ്മൂട്ടി ഹാജീൻ്റെ അനിയൻ മൂസക്കുട്ടി ഹാജീൻ്റെ മകന് വേണമെങ്കിൽ മമ്മൂട്ടി ഹാജീൻ്റെ മകളെ കല്യാണം ആലോചിക്കും. സ്വന്തം മാതാവിൻ്റെ അനിയത്തിൻ്റെ മകളെ കല്യാണം ആലോചിക്കാൻ, സ്വന്തം പിതാവിൻ്റെ അനുജൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ കല്യാണം ആലോചിക്കാൻ മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും ഒരു ലജ്ജയും തോന്നണ കാര്യമില്ല. കാരണം അള്ളാഹ് അനുവദിച്ചു കൊടുത്ത കിതാബിനകത്ത് അതുണ്ട്. മാത്രമല്ല അടുത്ത ബന്ധത്തിൽ നിന്നുള്ള കല്യാണങ്ങൾക്ക് പ്രത്യേക പ്രോത്സാഹനവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ധാർമ്മികതയിൽ പരിഗണിക്കാവുന്ന കാര്യങ്ങളാണ്. അതുവരെ ഇപ്പൊ
വിവാഹപ്രായം ഇങ്ങനെ ഉയർന്നു വരുന്നേ മുസ്ലിം പെൺകുട്ടികൾ കല്യാണത്തിന് വിസമ്മതമുള്ള അവസ്ഥയുണ്ട്. വിവാഹപ്രായം ഇങ്ങനെ ഉയർന്നു വരുന്നു. അപ്പോൾ അത് ഇപ്പോഴുള്ള ഈ വിവാഹ കമ്പോളത്തിൽ പെൺകുട്ടികളുടെ ഒരു നിലപാട്. ഇപ്പോൾ മുസ്ലിം സമുദായം വലിയ ബേജാറിലാണ് ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ. അത് നമ്മളൊക്കെ മനസ്സിലാക്കിയതിനേക്കാൾ ഗുരുതരമാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. പള്ളി മഹല്ലുകൾ കേന്ദ്രീകരിച്ച് തന്നെ ഇതിൻ്റെ ചർച്ചകൾ ഗൗരവമായിട്ട് നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസം നേടിയ മുസ്ലിം പെൺകുട്ടികൾ വിവാഹത്തിന് വിസമ്മതിക്കുന്നു എന്നത് വലിയൊരു വിഷയമായി മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും എത്തുമ്പോഴേക്ക് ദല്ലാളുമാർ സ്കൂളിൻ്റെ വരാന്തി കൂടെ ഒക്കെ നടന്ന് പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിച്ചിരുന്നു. പണ്ടല്ല, വളരെ അടുത്ത കാലം വരെയൊക്കെ. എൻ്റെയൊക്കെ 3 സഹോദരിമാരെ കല്യാണം കഴിച്ചത് 10 വയസ്സിനും 14 വയസ്സിനും ഇടയിലാണ്. 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായത്തിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മൂത്ത 2 സഹോദരിമാർ. എൻ്റെ ചെറിയ സഹോദരി കല്യാണം കഴിക്കുന്നത് 7ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞ ഉടനെയാണ്. അത് അപ്പോഴേക്കെന്നെ എൻ്റെ ഉമ്മാക്കൊക്കെ ബേജാറായിരുന്നു. മൂത്ത് നരച്ചു പോയി, 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടീനെ കുറിച്ച് മൂത്ത് നരച്ചു പോയി, ഇനി പുതിയാപ്പിളാരെ കിട്ടൂല, നിങ്ങൾക്കൊരു ബേജാറുമില്ല മനസ്സിലാന്നൊക്കെ വാപ്പാനോട് ഇങ്ങനെ ഉമ്മ പരാതി പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 7ാം ക്ലാസ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ കെട്ടിക്കാഞ്ഞിട്ട് ബേജാറായിരുന്നു. എന്നാൽ അവിടുന്ന് മാറി അത് പിന്നെ അങ്ങനെ കണ്ട് കൂടി വന്ന് ഇപ്പോൾ സർക്കാർ പറയുന്ന 21 വയസ്സായാലും നമുക്ക് പുതിയാപ്പിള വേണ്ട എന്ന് പെൺകുട്ടികൾ പറയാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, പെണ്ണ് കാണാൻ വരുന്നവൻ്റെ നെറ്റിമക്കാണ് ആദ്യം മുസ്ലിം പെൺകുട്ടികൾ നോക്കുന്നത്. നിസ്കാരത്തായ്മ ഉണ്ടെങ്കിൽ നല്ല ചായ കുടിച്ച് പോയിക്കോന്ന് പറയും അവരോട്. ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം. കാരണം തിരിച്ചറിവുണ്ടായി. നിങ്ങൾക്കറിയോ 1935 ഇന്നത്തെ സമസ്ത ഉണ്ടല്ലോ, ആ സമസ്തയുടെ പൂർവികർ ഇറക്കിയ ഒരു ഫത്വ എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ പറന്ന് കിടക്കുന്നുണ്ട്. അറബി മലയാളത്തിൽ പെൺകുട്ടികൾ അക്ഷരം പഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഫത്വ. ഞാനൊക്കെ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്ത് പെൺകുട്ടികൾക്ക് എഴുത്ത് പാടില്ല. പരീക്ഷയൊക്കെ ഉസ്താദന്മാരെങ്ങനെ പെൺകുട്ടികളെ മടിയിലിരുത്തിയിട്ട് ഓറൽ പരീക്ഷ നടത്തിയിരുന്നു അന്ന് നടത്തിയിരുന്നത്. അന്ന് പെൺകുട്ടിയൊക്കെ എഴുതാൻ പാടില്ല എന്നായിരുന്നു. ഇപ്പം അവിടെ നിന്നൊക്കെ പോയി അങ്ങനെ വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ഈ സമൂഹം വലിയ ബേജാറിലുമാണ്. ഇതിനൊക്കെ മാറ്റം വരുത്തി കാലത്തിനനുസരിച്ച് ഈ നിലപാടുകൾ മാറ്റിയില്ലെങ്കിൽ ഈ ചീട്ടുകൊട്ടാരം പൊളിയും എന്ന് ഒരുവിധ ആളുകളൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടുള്ള പോസിറ്റീവായ കുറേ മാറ്റങ്ങളും മുസ്ലിം സമൂഹത്തിലൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ പ്രവർത്തനങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിക്കാഹിനൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടെ ഒരുമിച്ചിരുത്തിയിട്ട് ഉമ്മയും ബാപ്പയും ഒരുമിച്ചിരുന്ന് നിക്കാഹ് നടത്തുന്ന ചടങ്ങുകളൊക്കെ ഇപ്പോൾ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഒരു 10-15 കൊല്ലം മുമ്പ് വരെ. ആ രീതിയിൽ പെൺകുട്ടികളും മനുഷ്യരാവുന്നു എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. കാത്തിരുന്ന് കാണാം, ഇനിയും മാറ്റങ്ങളുണ്ടാവും. ഈ മാറ്റങ്ങളെയൊക്കെ ത്വരിതപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ പരോക്ഷ ലക്ഷ്യം. നിർത്താം, 2 മണി ഫുഡ് കഴിക്കണ്ടേ. ഇപ്പോൾ സംഘടന ഉണ്ടാക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് ആവശ്യമാണ് എന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് കാരണം ഒരുപാട് ആളുകൾ മുസ്ലിം ഭാഗത്തിൽ നിന്ന് മതം വിടുന്നുണ്ടെങ്കിലും പുറത്ത് പറഞ്ഞ ആദ്യത്തെ ചോദ്യം മരിച്ചാലായി ചെയ്യുക. ഈ ഒരു ചോദ്യം അഡ്രസ് ചെയ്യുമ്പോൾ എല്ലാവരും മെഡിക്കൽ കോളേജിൽ കൊടുക്കാറുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ മഹല്ല് എന്ന പോലെ തന്നെ നമ്മൾ മുസ്ലിം മഹല്ല് എന്ന രീതിയിൽ ഒരു അവസ്ഥാനം പോലെ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് തന്നെ മുസ്ലിം മതം വിട്ടുവരും സംഘടനകളിൽ ഞാനൊരു കാര്യമില്ല. എന്നാൽ താൽക്കാലികമായ അതിൻ്റെ ആവശ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദ്യം കൊടുക്കുന്നത് മരിച്ചാൽ എന്ത് ചെയ്യുക, അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യും, ഈ ഒരു ചോദ്യം. അതോടുകൂടി പിന്നെ പുറത്തു പറയുക അങ്ങനെ എനിക്ക് വീട്ടിനുള്ളിൽ മാത്രം പറയുന്നത്. അപ്പോൾ അതിനെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയോടെ നമ്മൾ പിരിയാം എന്ന് വിചാരിക്കുന്നു. 2 മണിയായി. മരിച്ചിട്ട് പിരിയാം. നമ്മൾ മയ്യത്തമ്മ പിരിയാം. എന്നോട് ചോദിച്ചിട്ടുണ്ട്, എല്ലാവരോടും ചോദിക്കും, ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൂള്, ആളുകളെ കൺട്രോൾ ചെയ്യാൻ പേടിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് മരണഭയം.
മരണത്തെക്കുറിച്ചുള്ള ഭയമാണ് ഇസ്ലാം എന്ന് അല്ലെങ്കിൽ ഇവരുടെ ഈമാനിനെ ജ്വലിപ്പിക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഉപയോഗിക്കുന്നൊരു സാധനം. ഞാൻ പറയുന്നത്, ഒരാൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാലും ആ ഒരു കനൽ കുറച്ചാലൂടെ ഉണ്ടാവും, മരണഭയം കുറച്ചാലൂടെ ഉണ്ടാവും. ആ മരണഭയം ഉള്ള കാലത്തോളം നിങ്ങളോട് ഖബറിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ബേജാറുണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ എന്താ കാട്ടുക എന്ന് ചോദിക്കുന്നത് അയാൾ മരണത്തെക്കുറിച്ചുള്ള അവരുടെ ഭയത്തിൽ നിന്ന് ഉണ്ടാകുന്നൊരു സാധനമാണ്. കാരണം ഉദാഹരണമായിട്ട് മരണത്തിൽ സക്കറാത്തുൽ മൗത്ത് എന്നൊരു സാധനമുണ്ട്. അസ്രായിൽ റൂഹ് പിടിക്കുന്ന ഒരു രംഗം. അത് വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചൂരുന്നത് പോലെ സുഗമമായ മരണം എന്ന് പറഞ്ഞാൽ അതുപോലും അസഹനീയമായ വേദനയാണെന്നാണ്. പക്ഷേ ഒരു അവിശ്വാസിയുടെ റൂഹ് അള്ള പിടിക്കുന്നത് നല്ല പട്ടുതുണി മുള്ളിൻ്റെ കൂട്ടത്തിലൂടെ വലിക്കുന്ന പോലെ, പട്ടിൽ കൂട്ടത്തിൻ്റെ ഇടയിൽ പട്ടുതുണി വലിച്ചെടുക്കുന്നത് പോലെ വേദനാജനകമായ മരണം എന്നാണ്. അപ്പം ഇങ്ങനെ അതിനുശേഷം മയ്യത്ത് കിടക്കുന്ന സമയത്ത് ഒരു ഈച്ച വന്നിരുന്നാൽ പോലും ആന ചവിട്ടുന്ന വേദനയായിരിക്കും. ഇങ്ങനെ കുറേ മിത്തുകളും ഹദീസിലുള്ള വസ്തുതകളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മരണഭയം, അത് കഴിഞ്ഞിട്ട് ഖബർ, ശിക്ഷ, ഇങ്ങനെ കുറേ ഭയമുണ്ട്. അപ്പം നമുക്ക് അള്ളാഹു പുകയാണെന്ന് തോന്നിയാലും ചെറിയ പ്രായത്തിൽ തലയിൽ കയറി കൂടിയിട്ടുള്ള ഈ ഭയം അവിടെ കിടക്കും. അതിൽ നിന്ന് മോചനം വരുമ്പോൾ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടും. രണ്ട് തരത്തിൽ ഞാനിതിനെ ഉത്തരം പറയാം. ഒന്ന്, അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി പറയാം. പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ മതത്തിൽ നിന്ന് മുക്തമാവുമ്പോൾ നമ്മുടെ ഒരു പൊതു സമൂഹത്തിനോടുള്ള ഒരു ലയനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞു, അയാളെ മരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന് മാത്രമല്ലേ ഖബർസ്ഥാനുള്ളൂ, ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ സെമിത്തേരി ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് പൊതു ശ്മശാനങ്ങളുണ്ട്. ഇവിടെ പൊതു ശ്മശാനങ്ങളിൽ തന്നെയും മനുഷ്യന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മുസ്ലിങ്ങൾ മരിച്ചവർക്ക് ഒറ്റ ഓപ്ഷനുള്ളൂ, ഈ വീതിയില്ലാത്ത ഖബറിലേക്ക് ചെരിച്ച് കുത്തി ഇറക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷനുള്ളൂ. മതമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇഷ്ടം പോലെ ഓപ്ഷനുണ്ട്. ഇലക്ട്രിക് ആയിട്ടുള്ള ശ്മശാനങ്ങളുണ്ട്, മണ്ണിൽ കുഴിച്ചിടാനുള്ള സംവിധാനങ്ങളുണ്ട്, അതേപോലെ തന്നെ വേണമെങ്കിൽ വിറക് കൂട്ടിയിട്ട് നമുക്ക് കത്തിക്കാനുള്ള ശ്മശാനങ്ങൾ. നമുക്ക് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ആണ്. മതമില്ലാത്ത ഗ്യാസിലുള്ള ഓപ്ഷൻസ് പുതിയത് വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ മനുഷ്യർക്ക് പിന്നീട് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള നമ്മുടെ ഡെഡ് ബോഡി മരണത്തിന് ശേഷം മനുഷ്യർക്ക് ഉപയോഗപ്പെടാവുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള അവസ്ഥ നമുക്കുണ്ട്. അതേപോലെ തന്നെ അവയവദാനത്തിനുള്ള സാധ്യതയുള്ള മരണമാണെങ്കിൽ അത് നമുക്ക് ഓപ്ഷനാണ്. അപ്പം മതത്തിൽ നിന്ന് മുക്തനായ ഒരു മയ്യത്തിനെ സംബന്ധിച്ച് അവൻ്റെ മുമ്പിൽ വിശാലമായിട്ടുള്ള സാധ്യതകളാണ്. മതത്തിൽ മരിച്ചവന് 95-100 കിലോ ഉള്ള ഒരാളെ ഈ ഒരു ചാണിലേക്ക് മുട്ടുകാല് കൊണ്ട് ചവിട്ടി താഴ്ത്തുകയാണ് ചെയ്യുക, അല്ലേ? ഖബർ കണ്ടിട്ടില്ല നിങ്ങൾ? ഖബറടക്കുന്നത് ഒരു ചാണിനകത്തേക്ക് രണ്ടാമത്തെ ആഴത്തിലേക്കുള്ള ഖബറിന് വീതി ഉണ്ടാവില്ല. എത്ര തടിയുള്ള മയ്യത്താണെങ്കിലും നീര് വന്ന് വീർത്ത മൃതശരീരമാണെങ്കിലും അതിനെ ഖബറിൽ വെക്കുന്നവൻ്റെ മുട്ടുകാല് വെച്ച് താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ദുരവസ്ഥേക്കാളും വിശാലമായ സാധ്യതകൾ നമുക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തത്, ഈ ചോദ്യം ചോദിക്കുന്നവൻ അവൻ്റെ മരണഭയത്തിൽ നിന്ന് ചോദിക്കുന്നതാണ് എന്നുള്ളൊരു സഹാനുഭൂതി നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു വശം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ചോയ്സും ഇല്ല. മനസ്സിലായോ? ഡെഡ് ബോഡി നിയമപരമായിട്ട് ഡെഡ് ബോഡിയുടെ അടുത്ത അവകാശികൾ ആരാണോ ഇതിൻ്റെ അവകാശികൾ, അവരുടെ തീരുമാനമാണ് നടക്കുക. അതിപ്പോൾ നമ്മളൊരു വലിയ കാട്ട വിൽപ്പത്രം എഴുതി വെച്ചിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഡെഡ് ബോഡിയുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വില്ല് പോലും നിയമപരമായിട്ട് ബാധ്യതയൊന്നുമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് വിശ്വാസത്തിൽ നിന്ന് മോചനം നേടുന്നവൻ ആദ്യമായിട്ട് മോചിപ്പിക്കപ്പെടുന്നത് ആ മരണഭയത്തിൽ നിന്ന് കൂടിയാണ്. മരിച്ചു കഴിഞ്ഞതിനെ സംബന്ധിച്ച് നമ്മൾ മരിച്ചവിടെ കിടക്കുന്നുണ്ടാവും, ബാക്കി കൂടി നിൽക്കുന്ന ആളുകൾ തീരുമാനിക്കും എന്ന ലളിതമായ ഉത്തരവേ ഉള്ളൂ ഈ ചോദ്യം ചോദിക്കുന്നവനോട്. എന്നോട് ചോദിച്ചത് എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. അപ്പം ഞാൻ അവനോട് കുറച്ചുകൂടി സ്വാതന്ത്ര്യം എടുത്ത് പറഞ്ഞു, ഞാനവിടെ ഉണ്ടാവും, എനിക്ക് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നീ വേണമെങ്കിൽ മസാലയൊക്കെ തേച്ച് പൊരിച്ച് തിന്നോ എന്ന് പറഞ്ഞു. ഇത് അത്ര ലളിതമായിട്ട് ഇതിനെ കാണാൻ പഠിക്കുക. പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. മതവിശ്വാസികൾക്ക് ഒരു ഓപ്ഷനും ഇല്ല. ക്രിസ്ത്യാനി ആണെങ്കിൽ കൂട്ടിക്കറി കിടക്കണം, മുസ്ലിം ആണെങ്കിൽ ഖബർ കിടക്കണം, അല്ലേ? ആകെ ഓപ്ഷൻസ് വളരെ കുറവാണ്. നമുക്ക് വിശാലമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനിയും പുതിയ ഓപ്ഷൻസ് വരും. പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്തായാലും ഇത്രയും നേരം മാഷ്ക്ക് എന്തെങ്കിലും അതിനകത്ത് ചേർക്കാൻ, എന്തായാലും ഇത്ര നേരം കേട്ടിരുന്ന ആളുകൾക്ക് നന്ദി പറയുന്നു. വളരെ രസകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. നമുക്ക് മറ്റൊരവസരത്തിൽ ഇത്തരം ചർച്ചകൾ, ഡയലോഗുകൾ തുടരും.